റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടാനകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിസങ്കീർണമായ ഈ മനുഷ്യൻ എന്ന സൃഷ്ടിപ്പ് നടത്തിയത് 39 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ കോശത്തിന്റെയും അതിസങ്കീർണമായ ഘടന മനുഷ്യൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കാലത്തും മനുഷ്യന്റെ കഴിവിനനുസരിച്ചുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ആ കോശങ്ങളെ കുറിച്ച് മനുഷ്യൻ പഠിക്കുമ്പോഴും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. അതിലൂടെ മനുഷ്യന്റെ കോശത്തെയും അതിൻ്റെ ഉള്ളിലുള്ള വലിയ വലിയ ഫാക്ടറികളെയും കുറിച്ച് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ വരും. അപ്പോഴും ഈ കോശത്തിനുള്ളിൽ അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിസങ്കീർണമായ ഈ സൃഷ്ടിപ്പ് നടത്തിയിട്ട് മനുഷ്യനെ വെറുതെ അങ്ങ് പടച്ചോൻ വിട്ടേക്കാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ജീവിച്ച് മരിക്കാൻ വേണ്ടി മാത്രമാണോ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്? അപ്പൊ അതല്ല എന്ന് വളരെ വ്യക്തമായി പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? ആഖിറത്തിനെ, ഈ ദുനിയാവിൽ അല്ലാഹു ആഖിറത്തിൽ എന്താണ് വെച്ചിട്ടുള്ളത് എന്ന് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും നേടേണ്ടതുമെല്ലാം. എന്നാൽ ദുനിയാവിന്റെ ഒരു വിഹിതം അത് നിങ്ങൾ മറന്നു കളയുകയും ചെയ്യും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഹസനത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചത്. അപ്പൊ ദുനിയാവിനെ തീരെ വിസ്മരിച്ച് കളയേണ്ട ആവശ്യം. എന്നാൽ ദുനിയാവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ദുനിയാവ് എന്തിനു വേണ്ടിയിട്ടാണ്? ആഖിറത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്ക് ദുനിയാവ് നൽകിയിട്ടുള്ളത് ആ ദുനിയാവിലൂടെ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമാണ് പൂർണ്ണമായി നൽകപ്പെടുക. പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് മാത്രമായിരിക്കും. ആരാണ് ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവനെന്നാണ്. ഈ ദുനിയാവെന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്നാണ് ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ സഹോദരൻ, വളരെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത്, ജീവിതത്തിന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അത് പരലോകത്ത് വെച്ചാണെന്നും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്, അവരാണ് വിജയിച്ചവർ, അവരാണ് ജീവിതത്തിൽ ശരിയായ വിജയം കൈവരിച്ച ആളുകൾ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഈ ദുനിയാവ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്താണ്, പരലോക വിജയമാണ് മനുഷ്യന്റെ ലക്ഷ്യം. എങ്കിൽ ആ പരലോകത്ത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഹാബിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല മുസ്ലിം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അഷറൽ മുബശ്ശിരീൻ, അല്ലെ, അഷറൽ മുബശ്ശിരീൻ എന്നറിയപ്പെടുന്ന 10 സ്വർഗാവകാശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആളുകളുടെ പേരെടുത്ത് ഇന്ന ആളുകൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു, പൈസക്കാരനായിരുന്നു, അല്ലെ, മുതലാളിയായിരുന്നു.
ഒരു ദിവസം മദീനയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ് തന്റെ പരിചാരകയോട്, തന്റെ അടിമയോട് ചോദിക്കാണ്. ഒരു എന്താ പറയാ, ഒരു വലിയ യാത്രാ സംഘം കടന്നു വരുന്ന ഒരു വലിയ ആർപ്പുവിളി. സാധാരണ വലിയ യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് ഭയങ്കര സൗണ്ട്, കുട്ടികളും എല്ലാവരും ആർത്തു വിളിക്കണ ശബ്ദം, ഒരു വലിയ കാരവൻ കടന്നു പോകുന്ന ആർപ്പുവിളി കേൾക്കുന്നുണ്ട്. അപ്പോ ആയിഷ ബീവി ചോദിക്കാണ്, തന്റെ അടിമ സ്ത്രീയോട് ചോദിക്കാണ്, എന്താണ് പുറത്ത്, ഏത് കാരവനാണ്, ആരുടെ കാരവനാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോ ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ 900 ഒട്ടകങ്ങളും കച്ചവട ചരക്കുകളുമുള്ള വലിയൊരു കാരവനാണ് മദീനയിൽ വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, റഅയ്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് യദ്ഖുലുൽ ജന്നത ഹബൂവൻ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. ഈ വർത്താനം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ ചെവിയിലേക്ക് എത്തുകയാണ്. അതായത് എഴഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു. ഇമാം അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. ആ ന്യൂസ് കേട്ട ഉടനെ അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം തന്റെ അങ്ങനെയാണെങ്കിൽ അബ്ദുറഹ്മാൻ തന്റെ എല്ലാ 900 ഒട്ടകങ്ങളും അതിലെ കച്ചവട വസ്തുക്കളും മുഴുവൻ മദീന നിവാസികൾ, അന്ന് മദീനയിൽ കുറച്ചൊരു ക്ഷാമമുള്ള കാലമായിരുന്നു. ആ മദീന നിവാസികൾക്ക് ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള മുഴുവൻ കച്ചവട വസ്തുക്കളും ഭക്ഷണ സാമഗ്രികളും ഫ്രീ ആയിട്ട് കൊടുക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തീരുമാനിച്ചു എന്ന് ഇമാം മുസ്ലിം സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, സ്വതക്ക സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറക്കുകയില്ല എന്നാണ്. സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ സ്വതക്ക ചെയ്താൽ കുറഞ്ഞു പോകുമെന്നാണ് പല ആളുകളുടെയും പേടി. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വതക്ക എന്ത് ചെയ്യൂല, സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറക്കൂല എന്നുള്ളതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ സമ്പത്ത് അള്ളാഹു എന്ത് ചെയ്യും, അത് ഇരട്ടിക്കിരട്ടിക്കായി കൊടുക്കുമെന്നതിന് ഉദാഹരണമായിട്ട് അള്ളാഹു പറയുന്ന ആയത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത്. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നറിയുമ്പം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അല്ലെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി അന്ന് മുസ്ലിങ്ങൾക്ക് കുറവായ സന്ദർഭത്തിൽ അന്ന് വലിയൊരു ഡൊണേഷനാണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തത് എന്നാണ്. എന്നാണ്, ഈ ദിവസത്തിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഉസ്മാന് വരില്ല എന്നാണ് ആ സ്വതക്ക കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ധനം എന്നത്, സമ്പത്ത് എന്നത് ഒരു പരീക്ഷണമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹലാല് സമ്പാദ്യമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. അതുകൊണ്ട് നമ്മൾ നാളെ എപ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുക നമുക്ക് പറയാൻ സാധിക്കൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അല്ലെ, അവരൊക്കെ അത് കേൾക്കുമ്പോഴേ കൊടുക്കണം. ലൻ തനാലുൽ ബിർറ എന്നുള്ള ആയത്തിറങ്ങിയപ്പോ നമ്മളറിയാം, നമ്മൾ സ്ഥിരമായി ഓതുന്ന ആ ജുസുവിന്റെ തുടക്കത്തിലുള്ള ആയത്താണ് ലൻ തനാലുൽ ബിർറ. നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്നാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകൂല എന്ന ആയത്തിറങ്ങിയപ്പോ സഹാബികൾ കൊണ്ടേറ്റ് അവരുടെ കയ്യിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. ബൈറൂഹാഗ് തോട്ടം മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ന് മദീന പള്ളിന്റെ ഉള്ളിലാണ് ആ തോട്ടത്തിന്റെ സ്ഥലം കിടക്കുന്നത്. ആ സ്ഥലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സഹാബി അങ്ങോട്ട് കൊടുക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്നാണ്. അപ്പോ അവർ പുണ്യവാന്മാരാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണം. മാത്രമല്ല, അതിനൊരു ആലോചിക്കണില്ല, പെട്ടെന്ന്
അല്ലേ? അപ്പൊ നമ്മള് ഇതൊക്കെ ഇതിനർത്ഥം എല്ലാ സമ്പത്തും അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് വലിയ യോഗ്യയായി നിൽക്കണം എന്നല്ല, അല്ലെങ്കിൽ വല്ല സന്യാസിയാകണം എന്നല്ല. പക്ഷേ എന്താ വെച്ചാല് നമ്മളെ ഹൃദയത്തെ നിയന്ത്രിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എത്ര വളരെ ഭംഗിയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുന്നത്. പല സ്ഥലത്തും അല്ലാഹു ദുനിയാവിനെ കുറിച്ച് ഒരു വഞ്ചനയുടെ ചരക്കാണ്, കബളിപ്പിക്കുന്ന ഒരു വഞ്ചനാ ചരക്കാണ് ഈ ദുനിയാവ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഅലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബും വലഹുൻ. അല്ലേ? സൂറത്തു ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ദുനിയാവിന്റെ കബളിപ്പിക്കുന്ന ഈ ദുനിയാവിൽ പെട്ടുപോയ മനുഷ്യന്മാര് പലർക്കും മാറണമെന്നുണ്ട്, അല്ലെ? ഇതൊക്കെ കേൾക്കുമ്പോൾ മാറി ചിന്തിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഈ ദുനിയാവിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകണം, അല്ലെ? അതുകൊണ്ട് യഅലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന്റെ ജീവിതം എന്നത് ലഅബുൻ, അത് കളിയാണ്, വലഹുൻ, അത് വിനോദമാണ്, എന്റർടൈൻമെന്റ് ആണ്, വസീനത്തുൻ, അത് അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനക്കും, അത് നിങ്ങൾ തമ്മിലുള്ള പെരുമ നടിക്കലാണ്, പൊങ്ങച്ചം നടിക്കലാണ്, ഫഖ്ർ നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള ഈ തക്കാസുർ, പെരുമ നടിക്കൽ. ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആയത്തിന് കൊടുത്ത അർത്ഥത്തിൽ കാണാൻ പറ്റും. ഒരു മനുഷ്യന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാല് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ. ഇപ്പോ ഇവിടെ ജീവിതം എന്നത് വെറും കളിയാണ്, ലഅബുൻ, കളിയാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീരിയസ്നെസ്സേ ഇല്ല, അത് മാക്സിമം കളിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ലക്ഷ്യം. ഒരു LKG UKG അല്ലെങ്കിൽ ചെറിയ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആ സ്കൂളിട്ട് വന്നിട്ട് ബാഗ് സിറ്റ് ഔട്ടിലേക്ക് എറിഞ്ഞിട്ട് ചായയും കൂടി കുടിക്കാതെ കളിക്കാൻ പോകുന്നത് കൊണ്ടാണ്, അത് കളിനോടുള്ള താല്പര്യം കൊണ്ടാണ്. പലപ്പോഴും ഉമ്മാരും വാപ്പാരൊക്കെ പരാതി വരും, ആ സ്കൂളിട്ട ബാഗും കൂടി എടുത്തേക്കൂല, അല്ലെങ്കിൽ അതും കൂടി വീടിന്റെ ഉള്ളിൽ വെക്കൂല, അതും കൂടി ആ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് കളിക്കാൻ പോകും, ചായ വേണ്ട. അല്ലെങ്കിൽ പൊരി വെയിലത്തിലെ ഇപ്പൊ സ്കൂളിനകത്തൊന്നൊക്കെ കുട്ടികളും തമ്മിലെ കച്ചറം തേക്കാരം, അസറായിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്നാലും കുട്ടികൾ ഉമ്മാന്റെ കണ്ണുവെട്ടിച്ച് വെയിലത്ത് പുറത്തിറങ്ങി കളിക്കും. അങ്ങനെ കളിക്കാനുള്ളൊരു ക്രൈസാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ് കളിയോടുള്ള. നിങ്ങൾ എത്ര വലിയ ടൂറിന് ദുബായിക്ക് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും വലിയ വില കൂടി അന്റാർട്ടിക്കയ്ക്ക് ടൂർ എന്ന് പറഞ്ഞാലും നമ്മളെ കുട്ടികളെ എന്താ ചെയ്യാ? ചെറിയ കുട്ടികള് ഓലെ കളിസാമാൻ ഓലെ ബാഗ് എടുത്തത്, നമ്മള് ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അവര് ഒരു JCB കിച്ചൺ സെറ്റും പാവക്കുട്ടിയൊക്കെ ആ ബാഗ് എടുത്തൊക്കെ ചെയ്യാം. അപ്പൊ അന്റാർട്ടിക്കയിൽ പോയിട്ടാണെങ്കിലും ആ കിച്ചൺ സെറ്റോട് കളിക്കുക എന്നുള്ളതാണ് ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കളി എന്നുള്ളത്, അല്ലെ? ഏറ്റവും ചെറിയ 2-3 വയസ്സായ കുട്ടി വാപ്പ മരിച്ചാലും എന്ത് വാപ്പ മരിച്ചു എന്ന് അറിയാൻ പക്വതയില്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ആ കുട്ടി കളിക്കുക ചെയ്യും. ഞാൻ പറഞ്ഞത്, അപ്പൊ കളി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ്, ഒരു ഘട്ടം, അല്ലെ? ആ ഘട്ടം കുറച്ചു കഴിഞ്ഞ് അവസാനിക്കും, ലഅബുൻ. അപ്പൊ ജീവിതം എന്നത് എന്താണ്? അത് ലഅബാണ്, വലഹുൻ, അത് എന്റർടൈൻമെന്റ് ആണ്. അത് കുറച്ചും കൂടി കഴിഞ്ഞാല്, ആ കുട്ടിപ്രായം കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ ആൾക്കാരായാല് പിന്നെ കളിയിനേക്കാൾ വിനോദത്തിനാണ് താല്പര്യം കാണുക. കളിക്കുന്നതിനപ്പുറത്ത് ഒരു എന്റർടൈൻമെന്റ് കൂടിയുള്ള കളികൾക്കാണ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുക. ഗെയിം കളിക്കുക. ഗെയിമുകളിൽ സാധാരണ പന്തളിച്ചമാരില്ല. ഗെയിം കളിക്കുമ്പോൾ അതിൽ കുറെ സ്കോർ ഉണ്ടാവും, അതിൽ കുറെ പോയിന്റ് കിട്ടും, സ്വർണ്ണ നാണയം കിട്ടും. അതിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യിച്ച് ഒരു ലെവൽ ഉണ്ടാവും ഗെയിം ലെവൽ 1, 2, 3. അപ്പൊ ഞാനിപ്പോ ലെവൽ 3-ലാണ്. അപ്പൊ കുട്ടികൾ പരസ്പരം വർത്താനം പറയാൻ എന്നെ കേട്ടാൽ മനസ്സിലാവും. ഒരാള് അവൻ ലെവൽ 3 എത്തി എന്നുള്ളതാണ് എന്താണ് അവനുള്ള അതിലുള്ള അച്ചീവ്മെന്റ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ ജീവിതം എന്നത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്, വിനോദമായിട്ട് വഴിമാറുന്ന ഒരു സ്റ്റേജ് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രായത്തിൽ കാണാൻ സാധിക്കും. എന്നാലോ അത് കഴിഞ്ഞാൽ അള്ളാഹ് പറയാണ്, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബും വലഹുവും വസീനത്തും, അത് അലങ്കാരമാണ്. ജീവിതം എന്നത് അലങ്കാരമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പെൺകുട്ടികളെ നോക്കിയാൽ മതി. പെൺകുട്ടിയൊക്കെ എപ്പോഴും പണ്ടത്തെ പോലെ ഇപ്പോ ജീവിതത്തെ ഒരു അലങ്കാരമായിട്ട് കാണുന്നത്.
ഓരെല്ലാ സാധനം ഭയങ്കര ചൊറുക്കേക്കാരം അല്ലെ. ഒരു ചുരിദാറാണെങ്കിലും ഓലെ വളയാണെങ്കിലും ഒരു മാല, ഒരു മൊബൈൽ തന്നെ അല്ലെ, വലിയ ഉമ്മാന്റെ പൊട്ടിയ മൊബൈൽ കൊടുത്താലും അതിന്റെ സ്ക്രീൻ നോക്കിയപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എട്ടുകാലി വാല മാറി പൊട്ടിയ സ്ക്രീനേക്കാരം. പക്ഷെ അതിന്റെ കവർ ഉണ്ടല്ലോ, അത് നല്ല ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് നല്ല ചൊറുക്കുള്ള കവർ അല്ലെ. ഒരു വാച്ച്, അത് ഇപ്പൊ എല്ലാ പെൺകുട്ടികളെ നമ്മൾ പോയി നോക്കിയാല് ഒരു 3-4 ലിപ്സ്റ്റിക് എല്ലാവർക്കും ഉണ്ടാവും റൂമില്, കളറുള്ളവും കളറില്ലാത്തവും, പിന്നെ കുറെ അലോയെ, അലോയി, അലോബി, അലോസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്രീമുകളും. അപ്പൊ അതെന്താണ്, അത് സൗന്ദര്യമാണ്. അപ്പൊ ജീവിതം എന്നത് എന്താണ്, ജീവിതം എന്നത് അലങ്കാരമാണ്, ഒരു സൗന്ദര്യമാണ് ജീവിതം എന്നത്. പിന്നെ അതൊരു സ്റ്റേജാണ്. അത് കഴിഞ്ഞൊരു കല്യാണമൊക്കെ കഴിഞ്ഞാല് പിന്നെന്താണ്, പിന്നെ കുറച്ച് വരുമാനമൊക്കെ ജോലിയൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ആളുകള് ബൈനക്കും, നിങ്ങൾക്കിടയിൽ പെരുമ നടിക്കണം. ജീവിതം എന്നാൽ എന്താണ്, എനിക്ക് അങ്ങനത്തെ ജോലിയാണ്, എനിക്ക് ഇങ്ങനത്തെ ജോലി, ഞാൻ ഇന്ന വർക്ക് ചെയ്തു അല്ലെ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, എന്റെ കാർ എന്നാണ്. അപ്പൊ എന്താണ്, ദുനിയാവിലേക്ക് നമ്മൾ നോക്കിയാല് ഒരു സത്യത്തിൽ കോമ്പറ്റീഷൻ ആണ് അല്ലെ. ഇളച്ചൻ, ഞങ്ങളുടെ ഭർത്താവിന്റെ അനിയനെ ഇളച്ചനാണ്, അവിടെ എന്താ പറയാ, അനിയൻ പുതിയാപ്പിള. അപ്പൊ അനിയൻ പുതിയാപ്പിള, ചേട്ടൻ പുതിയാപ്പിളൊക്കെ വീട് വെച്ച് ആ വീടിനനുസരിച്ചുള്ള ഒരു വീട് നമുക്ക് വേണം അല്ലെ. നമ്മളിപ്പോ എന്തിനാ വീട് നന്നാക്കണേ, ഓലൊക്കെ നന്നാക്കി, ഓല അടുക്കളൊക്കെ പൊളിച്ച് പുതിയ മോഡലാർ കിച്ചൺ ആക്കിയിട്ട് അപ്പൊ നമ്മളത് പൊളിക്കണം. അതന്നെ, നമ്മളത് പൊളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളത് പൊളിക്കേണ്ട കാര്യം എന്താണ്, അപ്പുറത്ത് ഒരു വീടുണ്ടാക്കി മറ്റൊരു വീടുണ്ടാക്കി, അങ്ങനെ അതിനെ അനുകരിച്ച് അവര് കാറ് വാങ്ങി, ഇവര് കാറ് വാങ്ങി, അവരങ്ങനത്തെ വണ്ടി വാങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വണ്ടി വാങ്ങണം. അപ്പൊ എന്താണ്, ബൈനക്കും, അത് ആ കുട്ടി ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടാണത്. അത് നിങ്ങള് ഓരോന്ന് ആലോചിച്ചാക്കിയാൽ മതി. പിന്നെ കുറച്ചുകൂടി പ്രായം ചെന്നാല് കുറച്ചുകൂടി വലിയ പെടാകിയ പറയാം അല്ലെ. അതാണ് അടുത്ത ഖുർആൻ പറഞ്ഞത്. അത് കുറച്ചുകൂടി വയസ്സായ ആൾക്കാർ പറയണം. എന്താണ്, സ്വത്തിലും സമ്പത്തിലും വലിയ തക്കാസുറ് നടിക്കാം. ഇവിടെ എന്താ ഇപ്പൊ വർത്താനം ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിൽ അവസാനിക്കൂല. എന്താ സുഖാണ്, മൂത്ത മോനെ മറ്റേ അമേരിക്കയിലാണ്, രണ്ടാമത്തത് UK അല്ലെ, മകള് ബഹ്റൈനിലാണ്, ചെറിയ കുട്ടി പാലയിൽ പഠിക്കണം. പാലയിൽ പഠിക്കാറ് അടുത്ത കൊല്ലം MBBS ആണ് അതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിക്കോണം. പാലയിലാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അവിടെ അത്ര സ്ഥലമുണ്ട്, ഇവിടെ അത്ര സ്ഥലമുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതെന്താണ്, ഇത് മനുഷ്യന്റെ പടച്ചോമരട്ട്, അതാണ് മനുഷ്യന്റെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ. ദുനിയാവിലെ ജീവിതം എന്നാൽ ഇതൊക്കെ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. മക്കളിലും സമ്പത്തിലും തക്കാസുർ നടിക്കലാണ് ജീവിതം എന്നാൽ. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഒരു മഴ പോലെയാണ്, ഒരു മഴ പോലെ. അറബിയിൽ മഴയ്ക്ക് എത്രയോ വാക്കുകളുണ്ട്. പക്ഷെ പടച്ചോമ്മടെ പറഞ്ഞ വാക്ക് വൈസ് എന്നാണ്. വൈസ് എന്നാണ്. എന്താണ് ആ വയസ്സിന്റെ പ്രത്യേകത? ആ വയസ്സ് എന്ന് പറഞ്ഞാല് ഒരു പാകമായ മഴയാണ് അല്ലെ. മഴ പെയ്യുമ്പോൾ തന്നെ വെച്ചെങ്കിൽ, മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര സുന്നത്തുണ്ട്. ഒരു മഴ പെയ്യുമ്പോ നമുക്ക് പറയാം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, അല്ലാഹുവേ ഒരു നാഫിയായ മഴ, ഉപകാരമുള്ള ഒരു മഴ ഈ പെയ്യിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ. മഴ തോർന്നു നിൽക്കണമെങ്കിൽ മുതിർന്നാ വിഭവത്തിലില്ല, പടച്ചോനെ നിന്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്തു എന്ന് പറയാം. ഈ മഴ ഒന്ന് സ്ട്രോങ് ആയി, നമ്മൾ വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നൊരു പേടി. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മേല് വേണ്ട, അപ്പുറം കുന്നിലും അവിടെയൊക്കെ പെയ്തോട്ടെ എന്ന്. അങ്ങനെ മഴ പെയ്യുമ്പോൾ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അവസരമാണ്. അപ്പൊ ഇവിടെ പടച്ചോൻ പറയാണ്, ഒരു മഴ പോലെയാണ് ദുനിയാവിലെ ജീവിതം. എന്ത് വയസ്സ് എന്ന് പറഞ്ഞാല് പാകമായ മഴയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മഴ ശക്തമായി പെയ്താൽ അവന്റെ വിളവ് നശിക്കും. ചെറിയ മഴ പെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില പൂവൊക്കെ കരിഞ്ഞു പോകും അല്ലെ. കശുവണ്ടിയൊക്കെ പൂത്തുക്കുമ്പോ ചില പഴയ മാമാര് പറയും, ചെറിയൊരു മഴ, ചാറ്റൽ മഴ പെയ്താല് ഇതിപ്പോ നല്ലേനല്ല, ആ പൂവൊക്കെ കരിഞ്ഞു പോകും ഈ മഴ കൊണ്ട്. ഒന്നും കൂടി നല്ല പെയ്യാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ചില പ്രായമായ സ്ത്രീകൾ മഴ പെയ്യുമ്പോൾ, വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോൾ പറയണം. അതെന്തുകൊണ്ടാ വെച്ചാല് മഴക്കൊരു പാകമായ കാലമാണ് മകണ്ട് വയസ്സ് എന്നതിന് പറയാം അറബിയിൽ, പാകമായ മഴ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാകമായ മഴക്കാണ് വയസ്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു മഴ പോലെയാണ് ദുനിയാവിലെ ജീവിതം എന്നതാണ്. എന്താണ് അഅജബൽ കുഫാറ, അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി. ആ മഴ കൊണ്ട് എന്ത് ചെയ്തു, കൃഷിക്കാരൊക്കെ ആശ്ചര്യപ്പെട്ടു. കാരണം എന്താ, നബാത്തുഹു, അവന്റെ ചെടി കെട്ട് ആ മഴ കിട്ടി നന്നായിട്ട് വളർന്നു വന്നു, അവന്റെ വിളകളൊക്കെ വളർന്നു വന്നു. എന്നിട്ട് പഠിച്ചവൻ പറയാണ്, ഈ ആയത്തുകൾ വെച്ചപ്പോ ഈ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഖുർആൻ ഓരോ തവണകൾ ഓതുമ്പോഴും അതിന്റെ അർത്ഥം തദബ്ബുർ നടത്താന്ന് പറയാം. ഖുർആൻ വെറുതെ ഓതിപ്പോകല്ല. ഖുർആൻ ഓതുമ്പം
അതിന്റെ അർത്ഥം നമ്മൾ ആലോചിക്കാം. അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അതിൽ പറയുന്ന കാര്യങ്ങൾ തദബ്ബുർ നടത്തുന്നത്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ അറബിയിൽ നമ്മൾ പറയാം, അറബി പഠിച്ചു കൊടുക്കാൻ അറബിയിൽ ഫഅല ഫഅല ഫഅലു എന്നാണ് അറബി സാധാരണ ഒരു മെത്തേഡ്. അറബിന്റെ ഒരു ഗ്രാമർ പറയുമ്പോ അതില് ഫഅല എന്നുള്ളതിന്റെ തഫഅല എന്ന് പറയും. തഫഅല വസിൻ എന്നാ പറയാ. അപ്പൊ തദബ്ബുർ എന്ന് പറഞ്ഞാൽ തഫഅല വസിനാണ്. തഫഅല. അപ്പൊ തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫഅലയും തഫഅലും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ചെയ്തു. തഫഅല എന്ന് പറഞ്ഞാൽ മെനക്കെട്ടു എന്നാണ്. അത് വെറും ചെയ്തല്ല, കുറച്ചുകൂടി എടങ്ങേറായിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, തഫഅല എന്ന് പറയാ. അപ്പൊ തദബ്ബുർ നടത്തുക എന്ന് പറഞ്ഞാല് ഉറ്റാലോചിക്കുക, മെനക്കെട്ട് ആലോചിക്കുക. വെറുതെ അങ്ങനെ കട്ടഞ്ഞായെ കുറിച്ച് ആകാശത്തേക്ക് നോക്കി കുത്തിരിക്കല്ല, കാര്യമായിട്ടിരുന്ന് ചിന്തിക്കുക. അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ഖുർആനെ പറ്റി ആലോചിച്ചാല് നിങ്ങൾ ഓരോ സമയം ആലോചിക്കുമ്പോഴും പുതിയ പുതിയ ഒരു ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടും നമുക്ക് ഖുർആനിൽ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹ് ഒരു കർഷകനെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മഴ പോലെയാണ് ഈ ദുനിയാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ അള്ളാഹു ഒരു കാര്യം പറയാതെ പോയിട്ടുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് അത് വിളവെടുപ്പിന്റെ ദിവസമാണ്. വിളവെടുപ്പിന്റെ ദിവസം. ഇപ്പൊ ഒരു വാഴക്കൃഷി നടുന്ന ആള് പോലും ആ കൃഷി പ്ലാൻ ചെയ്യും. എപ്പോഴും ഓണത്തിനോ വിഷുവിനോ എന്റെ കായ് മാർക്കറ്റിൽ ഇറക്കണം, എന്നാലും വില കിട്ടുള്ളൂ. ഓണത്തിന് പച്ചക്കായ് ഇറങ്ങിയാലാണ് പച്ചക്കായ്ക്ക് ഏറ്റവും വില കിട്ടുക. അപ്പൊ ഓണത്തിന് കൃഷി ഇറങ്ങണമെങ്കിൽ എന്ന് കുഴിച്ചിടണമെന്ന് തീരുമാനിക്കണം. ആ സമയത്തേക്ക് നല്ല വിത്ത് നമ്മൾ സംഘടിപ്പിച്ച് റെഡിയാക്കി വെക്കണം, മണ്ണ് പാകമാക്കി വെക്കണം, ഏറ്റവും നല്ല വളം മിക്സ് ചെയ്യണം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് പാകമായ ഒരു മഴ പടച്ചോൻ കൊടുക്കണം, അല്ലേ? അങ്ങനെ വന്ന് അത് കൊലച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചാല് എന്ത് ചെയ്യും? അതൊക്കെ ഒടിഞ്ഞു ആ വാഴയ്ക്ക് പോവും. അതൊന്നുമില്ലാതെ ആ വിളവെടുപ്പിന്റെ ദിവസം വരുന്ന അന്നാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ളത്. കാരണം ഇത്രയും കാലത്ത് അധ്വാനം അതിന്റെ സമ്പാദ്യമായി മാറാൻ പോകുന്നത്, അതിന്റെ ഫലം കിട്ടാൻ പോകുന്ന ദിവസമാണ് വിളവെടുപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കർഷകന്റെ ചെടി വളർന്നു എന്നാ പറഞ്ഞത്. പിന്നെ വിളവെടുപ്പിനെ കുറിച്ച് പടച്ചോനോടെ പറയണേ ഇല്ല. അത് പടച്ചോനെ ഒഴിവാക്കി. എന്നിട്ട് എന്താ പറയോ, അതങ്ങട്ട് നശിച്ച് വൈക്കോലായി തുരുമ്പിച്ചാണ് പോയി എന്നാ പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ വിളവെടുപ്പ് ദുനിയാവിലല്ല, അത് ആഖിറത്തിലാണ്. അത് ആഖിറത്തിലാണ്, പരലോകത്ത് വെച്ചാണ്. അതെന്ത് ഏത് രൂപമാകണമെന്ന് എന്നിട്ട് വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതുൻ മിനല്ലാഹി വറിദ്വാൻ. രണ്ട് തരത്തിലാണ് ആഖിറത്തിൽ ഉണ്ടാകുക. ഒന്ന് അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ഉണ്ടാകുക, അതാണ് ഇനി കിട്ടാൻ പോണ പ്രതിഫലം. രണ്ടാമത്തത് വമഗ്ഫിറതുൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ അടുത്തു നിന്നുള്ള പാപമോചനമാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ് കിട്ടാനുള്ളത്. ഈ രണ്ട് ഓപ്ഷനാണ് ഒരാൾക്ക് നാളെ പരലോകത്ത് കിട്ടാനുള്ളത്. അത് ഏത് വേണം എന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷണത്തിന്റെ നാളുകളാണ് ഈ ദുനിയാവിലൂടെ കടന്നു പോകുന്നത്. ഈ ദുനിയാവിലെ ജീവിതം പറഞ്ഞാല് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കിക്കോളി. ഇന്നലെ ഇന്ന് നാളെ, ഇന്നലെ ഇന്ന് നാളെ, ഈ 3 ദിവസമാണ് ദുനിയാവിലുള്ളത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞു പോയതിനെ പറ്റി. നാളെ എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. എന്തെങ്കിലും ചെയ്യാനുള്ളത് ഇന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ആർക്ക് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തി ആഖിറത്തിലേക്ക് മത്സരിക്കാൻ സാധിച്ചോ, ആഖിറത്തിന്റെ വിഷയത്തിൽ ദുനിയാവിന് മത്സരിക്കാൻ സാധിച്ചോ സഹോദരങ്ങളെ, അവർക്കാണ് വിജയമുള്ളത് എന്ന ഖുർആനിന്റെ വലിയ അധ്യാപനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂല് അങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ ഒരു ചെറിയ ആട്ടുംകൂട്ടി ചത്ത് കിടക്കുന്നതിന് കാതൊക്കെ കീറിയിട്ടുണ്ട്, വളരെ വികൃതമായിട്ടുണ്ട്. എന്നിട്ട് ശവങ്ങനെ അങ്ങാടിയിൽ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നബി അവിടെ നിന്നു എന്നാണ്. നബി സഹാബത്തിനെ വിളിച്ചിട്ട് ആ ആട്ടുംകൂട്ടിന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ആർക്കെങ്കിലും വേണോ? അത് ആരെങ്കിലും ഒരു ദിനാറ് കൊടുത്ത് വാങ്ങാൻ ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോ ആർക്ക് വേണം, അല്ലെ? ഒരു വലിയ ആടാണെങ്കിൽ അതിന്റെ തൊലിയെങ്കിലും മുറക്കിട്ടിട്ട് തൊലിയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രായമാകാത്ത ആട്ടുകൂട്ടിന്റെ തൊലി പോലും എടുക്കാൻ പറ്റാത്ത അളിഞ്ഞ ആട്ടുകൂട്ടിന്റെ ജഡം
ആർക്ക് വേണം എന്നാണ്, ആർക്ക് വേണം എന്നാണ് സഹാബത്ത് ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയണേ, ലലദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. അള്ളാഹുവിന് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് അള്ളാന്റെ മുമ്പിൽ ഈ ആടിനേക്കാൾ നിസാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിനെ ഓർമ്മപ്പെടുത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് വേണം, പക്ഷേ ഹൃദയത്തിൽ അല്ലാഹു നിറഞ്ഞു നിൽക്കണം, ഹൃദയത്തിൽ പരലോകം നിറഞ്ഞു നിൽക്കണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഇത് എന്റെ പരീക്ഷണമാണ്, ഈ നൽകിയ സമ്പാദ്യം എനിക്ക് അല്ലാഹു നൽകിയ പരീക്ഷണമാണ് എന്ന തികഞ്ഞ ബോധത്തോടും കൂടിയാണ് സഹോദരങ്ങളെ നമ്മൾ ദുനിയാവിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആയത്താണ്. ആലോചിച്ച് എന്താണ് മനുഷ്യന്, എന്താണ് സ്ത്രീകളോട്, അതേപോലെ തന്നെ മക്കളോട് അടുക്കി വെച്ച സ്വർണത്തോടും വെള്ളിയോടും കുതിരകളോടും ഒക്കെ കന്നുകാലികളോടും സമ്പത്തിനോടൊക്കെ ഉള്ള ഹൃദയം, മനുഷ്യൻ ആഗ്രഹം മനുഷ്യരിൽ ഊട്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇന്നിപ്പോ ഒരു MLA നോക്കി, ഒരു MLA ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് സഹോദരങ്ങൾ. എന്തിന്റെ പേരില്? ഈ സ്ത്രീ വിഷയത്തിന്റെ പേരിൽ. കാരണം അത് അള്ളാഹു മനുഷ്യരിൽ വെച്ചതാണ്. അല്ലെ, സ്ത്രീകളോടുള്ള ഇഷ്ടം, സമ്പത്തിനോടുള്ള ഇഷ്ടം, സ്വർണത്തോടും വെള്ളിയോടുമുള്ള ഇഷ്ടം, അത് മനുഷ്യനിൽ അള്ളാഹു പ്രവേശിപ്പിച്ചാണ്. അതാർക്കും തടയാൻ സാധിക്കൂല. പക്ഷെ അതിനൊക്കെ അള്ളാഹു കൃത്യമായ വഴികള്, ഹലാലായ മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാല് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയാല് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ നമ്മൾ പേറേണ്ടി വരും എന്നതാണ് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചോ, അല്ലെ, അള്ളാഹു എങ്ങനെയാണ് പഠിപ്പിച്ചത് അതേപോലെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ്. അദ്ദുനിയ സിജ്നുൽ മുഅ്മിനീൻ വ ജന്നത്തുൽ കാഫിരീൻ എന്നാണ്. ദുനിയാവ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. അത് കാഫിറിന് അവിടെ സ്വർഗമാണ് എന്നാണ്. കാഫിറിന്റെ സ്വർഗമാണ് ദുനിയാവ്, വിശ്വാസിയുടെ ജയിലാണ് ദുനിയാവ് എന്നാണ്. അത് ഏതർത്ഥത്തിലാണ് സഹോദരങ്ങളെ? ഇവിടെ ഒരു മനുഷ്യൻ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഹദീസിന് കൊടുത്ത വ്യാഖ്യാനം അനുസരിച്ച് പരലോകത്തെ ആ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ച ആ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഒരു സത്യവിശ്വാസം ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവ് ഒരു ജയിലായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുമെന്നാണ്. ആ ഒരു അർത്ഥത്തിലാണ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവില് നമുക്കൊരു ഓഹരി നൽകിയിട്ടുണ്ട്. ആ ഓഹരി നമ്മൾ നേടണം, കണ്ടെത്തണം. പക്ഷെ അതെന്തിനാണ്? നാളെ പരലോകത്തിൽ നമ്മൾ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിനെന്ത് വേണം? ആദ്യം വേണ്ടത് ഏറ്റവും ശരിയായ വിശ്വാസമാണ്. ഇതൊക്കെ ബാലൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഏറ്റവും ശരിയായ അഖീദയാണ്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണമെന്നാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. എത്രയോ ആളുകൾ അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി 23 വർഷം പ്രവാചകനായി ജീവിച്ചു. നബി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കിടയിൽ വളരെ അധികം കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലെന്നാണ്. 63 വയസ്സ് ആയുസ്സുള്ള ഒരു പ്രവാചകൻ 40 വർഷം അവർക്കിടയിൽ പ്രവാചകൻ അല്ലാതെ ജീവിച്ചിട്ടുണ്ട്. 40ാമത്തെ വയസ്സിലാണ് നബിയാകുന്നത്. ശേഷമുള്ള 23 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിച്ചത്. ആ 23 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു, അല്ലെ? എന്തിനു വേണ്ടിയായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് വേണ്ടിയാണ്.
അല്ലെ? ഇപ്പൊ തന്നെ നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ എത്രയോ ആളുകൾ അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ കുടുംബക്കാർ നമ്മളോട് തെറ്റിയിട്ടുണ്ട്, സലാം പറയാതായിട്ടുണ്ട്, നമ്മളെ അവരുടെ പരിപാടിക്ക് വിളിക്കാതായിട്ടുണ്ട്. എന്തിന്? നമ്മൾ മുജാഹിദാണ് എന്നതിന്റെ പേരിൽ, അല്ലെ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കി എന്നതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയില് അത് പ്രബോധനം ചെയ്തപ്പോൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാര് പരിഹസിച്ചു, അല്ലെ? ഉപദ്രവിച്ചു, പരിഹസിച്ചു, പ്രയാസപ്പെടുത്തി, നാടുകടത്തി. ഏറ്റവും പ്രതിസന്ധിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബിയുടെ കുടുംബം എന്നത് നബിക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ളതായിരുന്നു. ആ കുടുംബക്കാരൻ നബിയെ ഉപദ്രവിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, ബഹിഷ്കരിച്ച്, ദേഹോപദ്രവം ഏൽപ്പിച്ച്, അവസാനം നാട് കടത്തി, അല്ലെ? നമ്മൾ ഈ നാട്ടിൽ നിന്ന്, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ആദർശം പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പുറത്തുനിന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അതെത്ര പ്രയാസകരമാണ് നോക്കി, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കെട്ടിച്ചു വിട്ട 2 പെൺകുട്ടികളെയും തലാഖ് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ കൊണ്ടാലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്തിയപ്പോണ്ടായതാണ്, അല്ലെ? സൂറത്തു യൂസുഫ് അവതരിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബക്കാര് കളിയാക്കി, കുടുംബക്കാർ ഉപദ്രവിച്ചു, അല്ലെ? ഖദീജ ബീവിയുടെ മരണം നബിക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണ് ഉണ്ടാക്കിയത്. അബൂ ത്വാലിബിന്റെ മരണം, നീണ്ട 42 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂ ത്വാലിബിന്റെ മരണം, അല്ലെ? അത് മുസ്ലിം അല്ലാത്തൊരു മരണം. മരിക്കുന്ന സമയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിന് കലിമ ചൊല്ലി കൊടുക്കാൻ നോക്കി. പക്ഷേ അബൂ ത്വാലിബ് കലിമ ചൊല്ലിയില്ല. ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് മരിച്ചു പോകുന്നത്, അല്ലെ? ഇതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ. അവസാനം ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് കലിമ ചെല്ലാതെയാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്. നബിക്ക് വളരെയധികം വിഷമുണ്ടാക്കി, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനും പ്രബോധനം ചെയ്യാനും വന്ന അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീണ്ട 42 വർഷം സംരക്ഷണം നൽകിയ സ്വന്തം മൂത്താപ്പാനെ പോലും മുസ്ലിമാക്കാൻ സാധിക്കാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമുണ്ടായി, അല്ലെ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന ആയത്തിറങ്ങി. നബിന്റെ സങ്കടം കൂടിയപ്പോ അള്ളാഹു ആയത്തിറക്കി. എന്താണ്? പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ മതത്തിലാക്കാൻ, ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയുകയില്ല പ്രവാചകരെ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് യാത്ര പോവുകയാണ്, അല്ലെ? ത്വായിഫിലേക്ക്. മക്കത്ത് യാതൊരു തരത്തിലുള്ള പിടിവള്ളിയും കിട്ടാതായപ്പം ത്വായിഫിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടെ നിന്നും എന്താണ്, തെരുവ് കുട്ടികൾ കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റു. ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷമാണ് ത്വായിഫിൽ ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ രേഖപ്പെടുത്തി കാണാൻ പറ്റും. ആ സമയത്താണ് സൂറത്തു യൂസുഫ് ഇറങ്ങുന്നത്. സൂറത്തു യൂസുഫ് എന്താണ്? സൂറത്തു യൂസുഫ്, അല്ലെ? ഒരു പ്രവാചകന്റെ കഥയാണ്, അല്ലെ? ഇവിടെ ഒരു പ്രവാചകൻ, മക്കയിൽ ഒരു പ്രവാചകൻ എന്താണ്, ആ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ഉപദ്രവിക്കുകയും തെറിവിളിക്കുകയും എന്താണ് നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത് വലിയ സങ്കടത്തിൽ നിൽക്കുന്ന സന്ദർഭത്തില് അള്ളാഹു ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? സ്വന്തം കൂടപ്പിറപ്പുകൾ കൊല്ലാൻ ശ്രമിച്ച, ഉപദ്രവിച്ച ഒരു പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥ സൂറത്തു യൂസുഫിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു യൂസുഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യൂസുഫ് നബി തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ ചെയ്താൽ നമുക്ക് മനസ്സിലാകും, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചത് ആരാണ്? നാട്ടുകാരാണ്, കുടുംബക്കാരാണ്, മക്കാരാണ്. പുറത്താക്കാൻ ശ്രമിച്ചു. സൂറത്തു യൂസുഫില് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ യൂസുഫ് നബി ഉപദ്രവിക്കുന്നത് ആരാണ്? സഹോദരങ്ങളാണ്, സംരക്ഷണം നൽകേണ്ടവരാണ്, അല്ലെ? നമ്മൾ സാധാരണ ഇവിടെ ജഡ്ജി വിധി നിർണയിക്കുമ്പോൾ ശിക്ഷ കൂടുതൽ കൊടുക്കും, അല്ലെ? ഇപ്പൊ ഒരു പിതാവ് ഒരു കുട്ടിനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എന്താണ് അമ്മാവൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, സംരക്ഷണം നൽകേണ്ടവർ, സംരക്ഷണം ആഗ്രഹിച്ച് ഒരാൾ സംരക്ഷണം നൽകേണ്ട ഒരാളെ സമീപിച്ച് അയാൾ വഞ്ചിച്ച് പീഡിപ്പിച്ചാല് അതിന്റെ കുറ്റം ഗുരുതരമാണ്. അതിന്റെ കുറ്റം സാധാരണ അല്ല, ഇരട്ടി ജീവപര്യന്തം കൊടുക്കുക, അല്ലെങ്കിൽ മരണം വരെ ജീവപര്യന്തം തടഞ്ഞു വിധിക്കുക. എന്തുകൊണ്ടാണ്? കാരണം വിശ്വസിച്ച ആൾക്കാർ ചതിക്കാൻ പാടില്ല എന്നതാണ്. വിശ്വസിക്കേണ്ടവർ, സംരക്ഷണം നൽകേണ്ടവർ അവരെ ചതിക്കാൻ പാടില്ല എന്നാണ്. യൂസുഫ് നബിയെ ആരാണ് കിണറ്റിൽ കൊണ്ടിരുന്നത്? സഹോദരങ്ങളാണ്, കൂടെ പിറന്നവരാണ്. എന്നിട്ടോ അടിമച്ചന്തയിലേക്കാണ് വിൽക്കപ്പെടുന്നത്. അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരു പ്രവാചകൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുള്ളൂ. യൂസുഫ് നബി അടിമച്ചന്തയിൽ വിൽക്കപ്പെടുകയാണ്. പിന്നെ യൂസുഫ് നബി ജയിലിൽ അടക്കപ്പെടുകയാണ്. ഒരു ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം, യുവത്വം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരിക. അതെന്തിനു വേണ്ടി? ചെയ്യാത്ത കുറ്റത്തിനാണ്. നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരു കുറ്റം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുക. അതാലോചിച്ച് നിങ്ങൾ. ഇപ്പൊ ഞാന് ലഹരിക്കെതിരെ പ്രസംഗിച്ചു, എന്നിട്ടോ എന്റെ വീട്ടിൽ MDMA കണ്ടെടുത്തു എന്നിട്ട് എന്നെ കൊണ്ട് ജയിലിലിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് എത്ര അപമാനമായിരിക്കും. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ് യൂസുഫ് നബി ജയിലിൽ പോണത്. വ്യഭിചാരം ആരോപിക്കപ്പെട്ട് വർഷങ്ങളോളം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന, ജീവിതത്തിന്റെ നല്ല കാലഘട്ടം മുഴുവൻ ജയിലിൽ ചെലവഴിക്കുന്ന ഒരു പ്രവാചകന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഓതി കൊടുക്കുകയാണ്. പ്രവാചകനെ സങ്കടപ്പെടേണ്ടതില്ല. യൂസുഫിനെ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ അധികാരിയായി അള്ളാഹു യൂസുഫിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റം ചെയ്ത സഹോദരങ്ങള് അവസാനം മുട്ടുമടക്കി യൂസുഫിന്റെ മുമ്പിലേക്ക് വരുന്ന കാഴ്ചയാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞെടുക്കുന്നത്. പക്ഷേ അന്ന് യൂസുഫ് നബി അവർക്ക് പുറത്തുകൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ ഈ ഉപദ്രവിച്ച ആളുകൾ താങ്കളുടെ മുമ്പിലേക്ക് വരും. മക്ക ജയിച്ചടക്കുന്ന ഒരു ദിവസം വരും. അന്ന് മുഴുവൻ മക്കൾക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തുന്നാണ്. ഇന്ന് മക്കൾക്കാർക്കെതിരെ പ്രതികാരമില്ല എന്നാണ്. ഉപദ്രവിച്ചവരെ, കൂക്കി വിളിച്ചവരെ, പരിഹസിച്ചവരെ, പുറത്താക്കിയവരെ, കൊല്ലാൻ ശ്രമിച്ചവരെ അവർക്ക് മുഴുവനും അന്ന് മാപ്പ് നൽകുകയാണ് പ്രവാചകൻ ചെയ്തത്. അന്ന് നബി മാത്രല്ല, എന്തിനും തയ്യാറായ വലിയ ഒരാൾക്കൂട്ടമാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് വന്നത്. അവര് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അനുയായികൾ ഉണ്ടായിരിക്കലെ, ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടായിരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്ക് മാപ്പ് കൊടുത്തത് എന്നാണ്. അത്രയും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. പ്രവാചകരെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് സൂറത്തുൽ കലമിലൂടെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാർഗ്ഗത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ പ്രവാചകൻ ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയത് ഈ തൗഹീദിന്റെ പേരിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പേരിലാണ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലെ? ഈ ജാറത്തിലും ദർഗയിലും അന്തിയുറങ്ങുന്ന ഈ ദർഗയിലും ജാറത്തിലും അന്തിയുറങ്ങുന്ന ഔലിയാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ നിങ്ങളെ സഹായിക്കുകയില്ല. അവർ പ്രാർത്ഥന കേൾക്കൂല. അവർ ഒരു തരത്തിലുള്ള സഹായവും ഒരു തരത്തിലുള്ള ഖൈറും ഒരാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. ഒരു മനുഷ്യനെ ബാധിച്ച ഒരു ചെറുതിൽ നിന്നും ഒരാളെയും രക്ഷിക്കാൻ ഈ ദർഗകളിലും ജാറങ്ങളിലും അന്തിയുറങ്ങുന്ന ഈ മഹാന്മാർക്കും ഖോജമാർക്കും സാധിക്കുകയില്ല എന്ന അചഞ്ചലമായ അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം. അല്ലാഹുവിനെല്ലാം കഴിയുന്ന മാത്രമല്ല, അത് മാത്രമല്ല സഹോദരങ്ങളെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനും ഇല്ല എന്നാണ്. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അല്ലാഹു ആരാധനക്കർഹൻ, അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്നവൻ എന്നല്ല. ആചാരത്തിലുള്ളവർ പ്രാർത്ഥന കേൾക്കൂല എന്ന് പറയണം. അതാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ. ഒരു ഇലാഹും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ അതിലെന്തെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോടും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഒരു ശക്തിയോടും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതല്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ നാമങ്ങളോ ഗുണങ്ങളോ വിശേഷണങ്ങളോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ നമ്മൾ ചേർക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല. ആലോചിച്ച് ഈ മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ നമ്മൾ ലോകത്തിന്റെ ഏത് മുക്കിൽ വെച്ച് ഒരു മനുഷ്യൻ ഏത് ഭാഷയിൽ വിളിച്ചാലും അത് മൊയ്‌ദീൻ ശൈഖ് കേൾക്കും എന്ന് പാട്ട് പാടുന്നവർ, എന്ന് മാലപ്പാട്ട് പാടുന്നവർ, അവർ അള്ളാഹുവിന് നൽകിയ സ്ഥാനം എന്താണ്? അല്ലെ? അള്ളാഹു ബസീറാണെന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു സമീർ ആണെന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആരെവിടുന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും അത് മൊയ്‌ദീൻ ശൈഖ് കേൾക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിഫത്താണ്.
എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്നത് അത് അള്ളാഹുവിന്റെ സിഫത്താണ്. അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ചേർത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിലും ഗുണങ്ങളിലും വിശേഷണങ്ങളിലും പങ്കു ചേർത്തു എന്നുള്ളതാണ്. അത് ശിർക്കാണ്, അത് വലിയ പാപമാണ്. അതുകൊണ്ട് സ്വർഗം നിഷിദ്ധമാകും, നരകത്തിൽ കാലാകാലം താമസിക്കേണ്ടി വരുന്ന വലിയ പാപമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് നമസ്കാരമാണ്. നമസ്കാരമാണ്. അത് ദീനിലേക്കും ഈ ദുനിയാവിലൂടെ നമ്മൾ യാത്ര സഞ്ചരിക്കുമ്പോൾ, ഈ ദുനിയാവിന്റെ ജീവിതമാകുന്ന ഈ ചെറിയ ആയുസ്സിലൂടെയുള്ള നമ്മളെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് തൗഹീദ് തന്നെയാണ്. തൗഹീദിൽ ഒരു കളങ്കം മരണം വരെ വരാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും പ്രാർത്ഥന ഉയരാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത് നമസ്കാരമാണ്. നമസ്കാരം. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്ക്, 12:35 ബാങ്ക് വിളിച്ചാല് 12:36 ഒരാൾ മുസ്ലിം ആയതെങ്കിൽ അയാളുടെ മേൽ 100 നമസ്കാരം നിർബന്ധമാണ്. അയാൾക്ക് നിസ്കരിക്കാൻ അറിയില്ലെങ്കിലും, അയാൾക്ക് അറബി അറിയില്ലെങ്കിലും, അറിയുന്ന പോലെ അള്ളാഹ് എന്ന് മാത്രം പറഞ്ഞിട്ടാണെങ്കിലും അയാൾ നമസ്കരിക്കണം എന്നതാണ്. നമസ്കാരത്തിന് ഒരാൾക്കും ഇളവില്ല എന്നുള്ളതാണ്. അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫറ എന്ന ഇമാം തുർമുദിയുടെ ഹദീസ് കാണാൻ പറ്റും. എന്താണ് നമ്മളും അവിശ്വാസികളും തമ്മിൽ വ്യത്യാസം എന്താണ്? അവിടെ നമസ്കാരമാണ്. ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നാണ്. ബോധപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണെന്നാണ്. അപ്പൊ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആലോചിക്ക്, പരലോകത്ത് ചെന്നാൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തെ കുറിച്ചാണെന്നാണ്. 5 നേരത്തെ നമസ്കാരം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. ഇന്ന് നിസ്കരിക്കാത്ത ആള് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ പള്ളിക്ക് ചെന്നാല് വെറും വയസ്സന്മാര് മാത്രമേ പള്ളിയിൽ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് പള്ളികളൊക്കെ അൽഹംദുലില്ലാ പണ്ടത്തെക്കാളൊക്കെ സജീവമാണ്. പക്ഷെ എന്താണ്, നമസ്കാരത്തില് ഇല്ല, ആ ചൈതന്യം ഖുശൂഇല്ലാതെ നമസ്കരിക്കുന്നവരാണ് ഇന്ന് പലപ്പോഴും നമുക്ക് നമസ്കാരക്കാരെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനുള്ള മാർഗം എന്താണ്? നമ്മൾ സലാത്തിൽ മുഅദ്ദിനാണ്, വിട പറയുന്നവന്റെ നമസ്കാരമാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്നാണ്. ഇന്നിപ്പോ നമ്മൾ അസർ നിസ്കരിച്ചപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? മഗ്രിബിന് നമ്മൾ ബാക്കി ഉണ്ടാവില്ല എന്നാണ്. മഗ്രിബ് നമസ്കരിക്കാൻ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. നിങ്ങൾ അസർ നിസ്കരിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കണം. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ അസർ. ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിക്കാൻ പോവാണെങ്കിൽ ഈ മഗ്രിബിന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഇശാ ജമാഅത്തിന്റെ മുമ്പ് ഞാൻ കുഴഞ്ഞു വീണ് മരിക്കുന്നുള്ളൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ നിസ്കാരത്തിൽ എത്ര ഖുശൂ ഉണ്ടാവും? അതന്നെയാണ് ഖുശൂ പറഞ്ഞത്. നിങ്ങളത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചാല് നിങ്ങൾ ഫാത്തിഹയൊക്കെ നല്ല മെല്ലെ ഓതുള്ളൂ. കോഴി കൊത്തണ പോലെ നല്ല സുജൂദൊക്കെ വീണാല് സമയം പോരാന്ന് തോന്നും അല്ലെ? അത്രയും ഇഖ്ലാസോട് കൂടി ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ നിസ്കാരമാണ് ഇത്. അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് ഒരാൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക. കാരണം എന്താ പറയുക? കാരണം ഇശാക്ക് നമ്മൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാല് പിന്നെ നമ്മളെ മഗ്രിബിന്റെ അവസ്ഥ എന്തേക്കാരം? അതിൽ നമ്മള് ആ സുജൂദൊക്കെ വല്ലാത്തൊരു സുജൂദായിരിക്കും. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്, വിടവാങ്ങുന്നവന്റെ നമസ്കാരമാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന്. ഖുശൂഖ് കിട്ടാതെ പരാതിപ്പെട്ട ആളോട് നബി പറഞ്ഞ മറുപടിയാണത്. ഖുശൂഖ് എന്താ കിട്ടാത്തെന്ന് ചോദിച്ചപ്പോ, ഖുശൂഖ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? ഇതിന്റെ അവസാനത്തെ നിസ്കാരാണ് വിചാരിച്ച് നിസ്കരിച്ചാൽ മതി. അപ്പോ ഒരു ഖുശൂഖ് ഇല്ലാത്തവനും ഖുശൂഖ് കിട്ടും. പിന്നെ മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് ഉയർത്തപ്പെടുക ഖുശൂ ആണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉയർത്തപ്പെടാതെ നോക്കുക എന്നുള്ളത് അത് ആ നിസ്കരിക്കുമ്പോൾ മാത്രം കിട്ടേണ്ട ഒരു സാധനമല്ല ഖുശൂ എന്നാല്. അത് ജീവിതത്തിൽ 24 മണിക്കൂറും നമുക്ക് കിട്ടേണ്ട ഒരു സാധനമാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസവും പരലോകത്തിൽ ദൃഢമായ ബോധ്യവുമാണ്. പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഞാൻ ചെയ്തത് സംസാരം അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്ന എന്റെ ചെറുതും വലുതുമായ സകല കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് എന്റെ കൈകൾ സാക്ഷി പറയുന്ന, എന്റെ വായകൾക്ക് സീല് വെച്ച് എന്റെ കൈകൾ സംസാരിക്കുന്ന, എന്റെ കാലുകൾ സാക്ഷി പറയുന്ന, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു ദിവസത്തെ വിചാരണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ഒരു ബോധത്തോടു കൂടി ആർക്കാണോ ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് ഖുശൂ ഉണ്ടാകുക. ഈ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യും.
എന്ന ഒരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഖുശൂ ഉണ്ടാകുക. അപ്പോഴാണ് നിസ്കാരത്തിലും നന്നായിട്ട് ഖുശൂ ഉണ്ടാകുക. അതുകൊണ്ട് ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മള് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക. ദുനിയാവിൽ നിന്നും നമ്മളെ മറപ്പിക്കുന്ന, ആഖിറത്തിനെ കുറിച്ച് മറപ്പിക്കുന്ന, ദുനിയാവിൻ്റെത് മാത്രം സംസാരിക്കുന്ന, ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കരുത്. ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്ന, നിങ്ങൾ മത്സരിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണെന്നാണ്. ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്ന കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം. അല്ലെ, സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും എന്താണ്, ഇത്തക്കുന്നാർ വലൂ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർമ കയറി പറഞ്ഞു. ആലോചിക്കുമോ, ഒരു കാരക്കയുടെ ചുള എന്ന് പറഞ്ഞാല് അതൊക്കെ പറഞ്ഞാല് അത് കണ്ട ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാല് നോമ്പറക്കാനൊക്കെ ഈത്തപ്പഴങ്ങൾ ഒന്നായിട്ട് കൊണ്ടുപോയി കുട്ടുക ചെയ്യാം. പണ്ട് കാരക്ക ഉണ്ടാവും, അത് ഈ വയസ്സന്മാര് ഓരോ കത്തിയോണ്ട് ഇങ്ങനെ അത് 4 ചുളയും 8 ചുളയൊക്കെ ആക്കിയിട്ടാണ് പണ്ട് പണ്ടിക്ക് നോമ്പറക്കാൻ കൊടുത്തിയത്. അത് ഓർമ്മ ഉണ്ടാവും ചിലപ്പോ. അതിന്റെ ഒരു ചുള എന്ന് പറയുമ്പോ അതിന്റെ ഒരു പീസേക്കാരം, ഒരു കാരക്ക 4 പീസാക്കി എത്ര ഉണ്ടാവും? അത് ഉണങ്ങിയ കാരക്കയാരോ, അത് വെള്ളത്തിലിട്ട് പുതിർത്തേണ്ടി വരും ആദ്യം തിന്നണമെങ്കിൽ, അങ്ങനെ പല്ല് പൊട്ടിപ്പോ. അങ്ങനത്തെ കാരക്ക 4 കഷ്ണാക്കി നോമ്പ് തുറന്നൊരു കാലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഒരു കാരക്കയുടെ ചുളവുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്ന് പറയുമ്പോൾ ആ നരകത്തിന്റെ ഗൗരവത്രങ്ങൾ ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം എന്നത് എന്തിനാണ്? നരകത്തെ കാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടോ, നമ്മളെ നാവുണ്ട്, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് ദീനിന്റെ കാര്യം അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഈ ദീനിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് അതേപോലെ നമുക്ക് എഴുതാൻ പറ്റുമോ? എഴുതാം. നമുക്കൊരു വോയിസ് ഇടാൻ പറ്റുമോ? ഒരാൾക്കിലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ, ഇപ്പൊ നമ്മളുടെ 5 പൈസ അല്ല, പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണേ 1-2 മുതലാളിമാരുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നോക്കാൻ ഒരു വോയിസ് നേരിട്ട് പോയി പറയാൻ വേണ്ടിയാണെങ്കിൽ ഇത് വളരെ സുഖമാണ്. ഒരു വോയിസ് ഇട്ടാൽ മതി, ഒരു വോയിസ് ഇട്ടാൽ മതി. ഇന്നെ പ്രയാസമുള്ള ഒരു കുടുംബം നിങ്ങളെ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങളെ വീടിന്റെ കുറച്ച് അപ്പുറത്ത് പോയാൽ ഒരു കുടുംബം ഒരാളുണ്ട്, അയാൾ നല്ല പ്രയാസത്തിലാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ അയാളൊന്ന് സഹായിക്കണം എന്ന് നമുക്കൊരു വോയിസ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂലേ? എന്തൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ, എഴുതാൻ പറ്റുമോ, വരക്കാൻ പറ്റുമോ, നമുക്ക് എന്തൊക്കെ അള്ളാഹു നൽകിയ കഴിവുകളുണ്ടോ, അതുകൊണ്ടൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് ആലോചിച്ചുകൊണ്ട് നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ സഹോദരനെ, അതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. അല്ലെ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം എന്നുള്ളത് അത് പരീക്ഷണമാണെന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ നാളെ ഒന്നുകിൽ നമുക്ക് അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് വരും. അങ്ങനെയാണ് കർമ്മങ്ങൾ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും, നമ്മളൊരു വാക്കാകട്ടെ, സംസാരമാകട്ടെ, എഴുത്താകട്ടെ, നമ്മളിപ്പോ ഒരു ഗൂഗിൾ പേ ചെയ്യണത് പോലും, നമ്മളിപ്പോ ഒരു സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമ്മൾ ആ പാസ്വേഡ് അടിക്കണ്ടല്ലോ, നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യണ്ടല്ലോ, ആ അടിക്കുന്നത് പോലും അത് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായിട്ടാണോ വരിക, നമുക്ക് എതിരായിട്ടാണോ വരിക? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് എതിരായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് വലിയ നഷ്ടമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുമെന്നാണ്. കരഞ്ഞാണ് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉച്ചിട്ട് താഴേക്ക് വീഴുന്നതാണ്. സഹാബത്തിന് വലിയ അത്ഭുതമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പറയുമ്പോൾ എന്ത് ചെയ്യും, നരകശിക്ഷയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയില്ല. പക്ഷെ ഖബർ കണ്ടാലും, ഖബറിനെ പറ്റി കേട്ടാലും, ഖബറിനെ പറ്റി എന്തെങ്കിലും നബി പറഞ്ഞാലും അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് കരയുന്നതാണ്. കണ്ണീരൊക്കെ താടിയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ്. അങ്ങനെ സഹാബത്ത് ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എന്താണ് നരകത്തെ പറ്റി ഇപ്പോൾ പറയുമ്പോഴും ഇല്ലാത്തൊരു കരച്ചിൽ എന്താണ്, ഖബറിനെ പറ്റി പറയുമ്പോൾ താങ്കൾക്ക് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി നമ്മളൊക്കെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു മറുപടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തറിയോ, ഖബർ എന്ന് പറഞ്ഞാല് പരലോകത്തെ ആദ്യത്തെ വീടാണെന്ന്. പരലോകത്ത് ഒരാൾക്ക് ചെന്ന് ചേരാനുള്ള ഫസ്റ്റ് വീടാണ് ഖബർ എന്നത്. അവിടെ ഒരാൾക്ക് എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായി. ഒരാൾ ഖബറിൽ എളുപ്പം കിട്ടിയാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കും. ഒരാൾക്ക് ഖബറിൽ പ്രയാസമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കും. പക്ഷെ എന്താ ഖബറിൽ നമ്മൾ കുറച്ച് കാലം കിടക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി,
നമ്മളൊരു അവസ്ഥ, നമ്മളെ സ്ഥിതി മോശമാണെങ്കിൽ നമുക്ക് യാതൊരു പ്രതീക്ഷ ഇല്ലാതെ പിന്നെ ആ കബറിൽ കിടക്കണം. ഒരു പ്രതീക്ഷ ഇല്ലാതെ ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ പറ്റൂല, ഒരു സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു പോകൽ സാധ്യമല്ല. ഇനി എന്താണ് കാത്തിക്കുന്നത്? ഒരു കഠിനമായ വിചാരണം മാത്രമാണ് കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഔദാര്യം കിട്ടി സ്വർഗത്തിൽ പോയെങ്കിൽ മാത്രമേ ഇനി ഒരു പ്രതീക്ഷ ഉള്ളൂ എന്നല്ലേ ഒരു കാഴ്ചപ്പാടോടുകൂടി ആ കുറെ ദീർഘമായ ഒരു കാലഘട്ടം ആ കബറിൽ ലോക്കായിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കരഞ്ഞത് എന്നാണ്. അതുകൊണ്ടാണ് കരഞ്ഞത് കേട്ടോ. ആ കരഞ്ഞത് വെറും കരച്ചിന് മാത്രമല്ല, ആ കരഞ്ഞത് അദ്ദേഹത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലെ, മസ്ജിദുൻ നബവിയില്, മദീനയിലെ പള്ളിയില് സഹാബത്തിന് സ്ഥലമില്ല. അല്ലെ, പള്ളി സഹാബികളുടെ എണ്ണം കൂടി വരികയാണ്. മസ്ജിദ് നബി ചെറുതായിരുന്നു, എല്ലാ സഹാബിമാരും നിസ്കരിക്കാൻ വന്നാല് പള്ളിയിൽ കൊള്ളാണ്ടായപ്പം പള്ളി വലുതാക്കണം. അപ്പൊ ആര് സ്ഥലം തരും? അതിന്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ സ്ഥലമാണ്, ഭയങ്കര വിലയാണ്. അന്ന് മസ്ജിദ് നബവിക്ക് അടുത്ത് അന്ന് തന്നെ ആയിരക്കണക്കിന് ദീനാറ് വില ഉണ്ട് സ്ഥലത്തിന്. അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാറ് കൊടുത്തിട്ടാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് നബവിക്ക് വേണ്ടി ആ സ്ഥലം വാങ്ങി കൊടുത്തത്. ഇന്നിപ്പോ മസ്ജിദ് നബവിയിൽ നൂറുസ്കാരം കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ നിസ്കരിച്ച ആളുകളുടെ പ്രതിഫലക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കബറിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ വെറും നുളവിളിച്ചാ പോരാ, ഖബറിനെ ആലോചിച്ച് നുളവിളിച്ചാന്ന് പറഞ്ഞാല് ആ ഖബറിലേക്ക് എന്തെങ്കിലും ചെയ്തു വെക്കാനുള്ള ഒരു ബോധം കൂടി സഹോദരങ്ങളെ ആ കരച്ചില് നമുക്ക് ഉണ്ടാക്കണം, ആ ചിന്ത നമുക്ക് ഉണ്ടാക്കണം. അല്ലെ, അന്ന് മദീനയിൽ വരൾച്ചയാണ്. എല്ലാരും കിണറ്റിലും, ആരെ കിണറ്റിലും വെള്ളമല്ല, ഒരു യഹൂദന്റെ കിണറ്റിൽ സമൃദ്ധമായി വെള്ളമുണ്ട്. നബി ചോദിക്കാണ്, ആര് ആ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ചോദിച്ച്. അന്നും ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാർ കൊടുത്തിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ കിണർ മദീനയിലെ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോ അതൊക്കെ എന്തിനാണ്? നാളെ തന്റെ കബറിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ തികഞ്ഞ ബോധ്യാണ്. അല്ലെ, നമ്മൾ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കും? എത്ര സമ്പത്തുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കാലം ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെ, മാക്സിമം പോയാൽ ഇന്നത്തെ കാലത്ത് ഒരു 100 വയസ്സ്. അല്ലെ, അതിലെന്നെ ഒരു 60-70 ഒരാള് ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അയാൾക്ക് നല്ല പ്രായമുണ്ട്, ഒരു 79 വയസ്സ്. അപ്പൊ റിട്ടയർഡ് പ്രൊഫസർ, ഇവിടെ ഈ കണ്ണൂരുള്ള പ്രൊഫസർ. അപ്പൊ അയാൾ മലപ്പുറത്ത് തന്നെ മഞ്ചേരി തന്നെ കാണിക്കാൻ വന്നു. അപ്പൊ ഞാൻ നിങ്ങളെന്താ കണ്ണൂരിലാണ് എന്താ ഇവിടെ വന്നു വെച്ചു. അപ്പൊ അയാളിനോട് അതിന്റെ കാരണം പറഞ്ഞ, എനിക്ക് ആകെ ഒരു മോളെ ഉള്ളൂ. അപ്പോ എന്റെ ഭാര്യ അന്ന് ഞാൻ കല്യാണം കഴിക്കുമ്പോ 10 വയസ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ തോന്നുന്നു. അപ്പൊ 10 വയസ്സ് കുറവുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ മൂപ്പർക്ക് യാതൊരു താല്പര്യമില്ല. ശരിയല്ല എന്ന് മൂപ്പര വിചാരിച്ചത്. അപ്പൊ കാരണവന്മാരൊക്കെ എന്നോട് പറഞ്ഞു, ഈ ഇതിന്റെ ഒരു സുഖം എനിക്ക് എപ്പോഴാ കിട്ടിച്ച വയസ്സാവുമ്പോഴാണ്. ഈ പ്രായമായി എനിക്ക് കുറക്കടക്കായി കഴിഞ്ഞാൽ, അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ നോക്കാനൊരാളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ് അന്ന് കാരണവന്മാര്. ഇന്നിപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഭാര്യക്ക് സ്ട്രോക്കാണ്, ഭാര്യനെ ഇപ്പൊ മൂപ്പരാണ് കൊണ്ടിറക്കുന്നത്. അപ്പൊ ആകെ ഒരു മോളുള്ളത്, ആ മോള് മഞ്ചേരി ഭാഗത്തേക്കാണ് കെട്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇവിടെ വീടൊക്കെ പൂട്ടി മൂപ്പര് അവിടെ മോളെടുത്ത് വന്ന് നിൽക്കുകയാണ് ഭാര്യനെ നോക്കിയിട്ട്. ഇവിടെ മൂപ്പരിനോട് പറയാണ്, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിന്ദു ആള്, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ 60 or 70 ഒരാളുടെ ആയുസ്. എനിക്കിപ്പോ ഇങ്ങനെ തോന്നുന്നത് ഈ 70ന്റെ മേലൊക്കെ ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. മൂപ്പരുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അപ്പൊ എന്താ കുട്ടിയാൾ കുറഞ്ഞു പോയെന്ന് ചോദിച്ചു. മൂപ്പര് ഇപ്പൊ വെച്ചാല് റിട്ടയർഡ് പ്രൊഫസറാണ്, നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്. ഈ 70 വയസ്സ് ഈ കിട്ടുന്ന പെൻഷനൊന്നും എനിക്കൊരു ഉപകാരമൊന്നുമില്ല. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നല്ലാണ്, എനിക്കപ്പോ ആ പെൻഷൻ കൊണ്ട് എന്താ കാര്യം? അപ്പൊ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ജീവിത നിലവാരമുള്ള, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യങ്ങളാണ് സിംഗപ്പൂരും ജപ്പാനൊക്കെ. അവിടെയൊക്കെ പോയാൽ 75-80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വീൽ ചെയർമലാണ്. സംഭവം ജീവിക്കുന്നുണ്ടെങ്കിലും വീൽ ചെയർമലും വൃദ്ധസദനങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത് കുറെ കാലം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് കൃത്യമായിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ കുറെ കാലം ജീവിച്ചാലും അത് മാക്സിമം ഈ പറഞ്ഞ മാതിരി 90-100 ഒരാൾക്ക് പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക്
ഒരു എന്താ പറയുക ആസ്വദിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ദുനിയാവ് ഒരു പരിധിയിൽ കൂടുതൽ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം രാവിലെ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താ തിന്നാൻ പറ്റുക? ഒരു ദോശ, 2 ദോശ. പൈസ എന്ത് വിചാരിച്ചാൽ ഇപ്പൊ 10 ദോശ തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ രാവിലെ തന്നെ മന്തി തിന്നാൻ പറ്റുമോ? നമുക്ക് തിന്നണീന് എന്തൊരു ഒരു കണക്കില്ല. പ്രത്യേകിച്ച് പൈസ ഉള്ളവർക്ക് പ്രഷറും ഷുഗറൊക്കെ ഉണ്ടാവും, തീറ്റ തിന്നാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പിന്നെ ഡ്രസ്സ് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ 1 കുപ്പായല്ല, ഒരു ദിവസം 3-4 കുപ്പായൊക്കെ മാറ്റിയിട്ടാ. അതിലേറെ ഇടണമെങ്കിലും മെനക്കെടല്ലേ പത്? ഓരോ മണിക്കൂർ ഓരോ കുപ്പായിടണമെങ്കിൽ നമ്മൾ മെനക്കെടണ്ട പത്. അപ്പൊ ഇത് എത്ര കിട്ടിയാലും ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ കമ്പനി ആദ്യം തുടങ്ങിയ അമേരിക്കയിൽ വലിയൊരു പൈസക്കാരുണ്ട്. ഇവിടെയൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിന്റെ തുടക്ക കാലത്ത് ഈ വലിയ കമ്പ്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ചെറുതായത്. പണ്ട് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റൂമിലൊക്കെ നിൽക്കുന്ന കാലുണ്ടായിരുന്നു. ഒരു റൂം മൊത്തം ഒരു കമ്പ്യൂട്ടറിന്റെ സാധനങ്ങളുള്ള വലിയ കമ്പ്യൂട്ടറുള്ള ഒരു കാലുണ്ടായിരുന്നു 1960-ലൊക്കെ. അപ്പോ അതിന്റെയൊക്കെ തുടക്ക കാലത്ത് ഈ സോഫ്റ്റ്വെയർ കാര്യങ്ങളിലൊക്കെ വളരെ പഠനം നടത്തിയൊക്കെ സ്വന്തമായി തുടങ്ങിയ വലിയൊരു പൈസക്കാരുണ്ട്. അപ്പൊ അദ്ദേഹം സ്വന്തം ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയാണ് മൂപ്പര് ഈ റിസർച്ചും പഠനമൊക്കെ നടത്തുക. അപ്പൊ കുടുംബജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ മൂപ്പര് എന്താ ചെയ്ത് വെച്ചാൽ മൂപ്പര് മഗ്‌രിബിന് പെരീക്കരും, വൈകുന്നേരം പെരീക്കുന്നിട്ട് കുട്ടികളെയും പെണ്ണുങ്ങളെ ഇപ്പം ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് ഈ റിസർച്ചിന് പോകുക. അങ്ങനെ തുടങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് മൂപ്പര് കമ്പനി ഉണ്ടാക്കി. അത് വലിയ ലാഭകരമായി. അങ്ങനെ എന്തോ ആയിരക്കണക്കിന് $1 മില്യൺ കമ്പനി വിറ്റു. ജീവിതത്തിന്റെ ഘട്ടത്തിലെ മൂപ്പര് വിറ്റ് ഒഴിവാക്കി. ഇന്നിപ്പോ ആ കമ്പനി ഭയങ്കര ആസ്തിയുള്ള ലോകത്തിൽ വലിയ കമ്പനികളിൽ ഒന്നാണ്. അപ്പൊ മൂപ്പരോട് ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കണം, നിങ്ങൾക്ക് അന്ന് ആ കമ്പനി വിറ്റതിൽ നഷ്ടമായി എന്ന് തോന്നുന്നില്ലായിരുന്നു? കാരണം ഇന്നിപ്പോ ആ കമ്പനി ഇപ്പൊ നമ്മളൊരു പീടിയ ഇവിടെ പീടിയുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് നല്ല ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾ കൊടുത്തു. പിന്നെ ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോ അതിന് ഭയങ്കര വിലയാണ്, ഭയങ്കര വലിയ സംഭവമായി. അപ്പൊ ആൾക്കാർ ചോദിക്കണം, നിങ്ങൾക്ക് അതൊരു നഷ്ടമായി തോന്നില്ല? അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താ പറയുന്നത്? അന്ന് വിറ്റ് കിട്ടിയ പൈസ എപ്പോഴും ബാങ്ക് കിടക്കുന്നുണ്ട്. എന്റെ ഒരു 10 തലമുറ ജീവിച്ച് തീർന്നാലും ആ പൈസ തീരൂല. പിന്നെ ഇപ്പൊ ഞാനിപ്പോ അതിലേറെ പൈസ ഇട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ആദമിന്റെ മകന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് നമ്മള് ഒന്ന് കൊടുത്താൽ പിന്നെയും കിട്ടണം എന്നുള്ളതാണ് അല്ലെ? ഒരു സ്വർണത്തിന്റെ മല ആദമിന്റെ മകന് കാണിച്ചു കൊടുത്താല് അതുകൊണ്ട് തൃപ്തിയാവില്ല എന്നാണ്. അടുത്ത മല എവിടെ എന്നാ ചോദിക്കുക. അടുത്ത മല അല്ലെ? ഒരു കഥയിലുണ്ട്, രാജാവ് ഒരു നാട്ടിൽ വന്നിട്ട് ഇവിടെ ഏറ്റവും നന്നായി മനസമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആളാരാ ചോദിക്കും. അപ്പൊ ഒരാളെ കാണിച്ചു കൊടുക്കുന്ന ഇയാളാണ് ഈ നാട്ടിലെ ഏറ്റവും സമാധാനമുള്ള ആള്. അയാളെ സമാധാനം ഞാൻ കളയണ കാണിച്ചരാണ്. എന്നിട്ട് അയാളെ പെരന്റെ മുമ്പിൽ കൊണ്ടേങ്ങാണ്ട് 99 സ്വർണ്ണ നാണയമുള്ള ഒരു കിഴി കൊണ്ടേക്കും. അങ്ങനെ മൂപ്പര് രാവിലെ ഇറങ്ങുമ്പോ ഒരു കിഴി 99 സ്വർണ്ണ നാണയം തുറന്നച്ചേക്കണം, അടച്ചേക്കല്ല, തുറന്നച്ചേക്കണം. അങ്ങനെ മൂപ്പര് കിട്ടിയ മൂപ്പര് പിന്നെ കൺഫ്യൂഷൻ, ഒന്നാരടുത്ത് ഇതിപ്പോ ഒന്നാരടുത്തിരുന്നല്ലോ, അപ്പൊ ആർക്കും അറിയാലപ്പോ ഇത്. അങ്ങനെ മൂപ്പർക്ക് ഉറക്കല്ലാതെ ആ ഒന്നാരടുത്ത് ആലോചിച്ചിട്ട് അങ്ങനെ ഒരാഴ്ച വന്നിട്ട് രാജാവ് വന്നിട്ട് എന്തായി ചോദിച്ചു. അയാൾ പുറക്കല്ലാതെ നടക്കണം. ആ ഒന്നാരടുത്ത് വിചാരിച്ചിട്ട്. ഇതാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പരിധിയിൽ കൂടുതൽ പോകാൻ പാടില്ല. ദുനിയാവ് എന്തിനുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദുനിയാവ് ആഖിറത്തിനുള്ളതാണ്. ആഖിറത്ത് നേടാനുള്ളതാണെന്ത്? ദുനിയാവ് എന്നത്. നിങ്ങൾ ഒരു നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ആകണം എന്നാണ് ഇബ്നു റഹ്മാൻ പറഞ്ഞായിട്ട് പറഞ്ഞത്. നമ്മളൊരു യാത്രയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബൈക്കൊന്ന് ചായ കുടിച്ചാൽ ഇറങ്ങൂലേ? ആ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തോട് നമുക്ക് എത്ര ബന്ധം ഉണ്ടാവും? ആ ചായ കുടി കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പോകൂലേ? അല്ലാതെ അവിടെ ഇപ്പൊ എന്ത് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോയി. അപ്പോ അന്ന് നടന്നില്ല വിചാരിച്ച നാളെ അവിടെ ക്ലർക്ക് വരുള്ളൂ ഓഫീസിൽ, നാളെയും കൂടി നിന്നാലേ പേപ്പർ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ ഏറ്റവും കുറഞ്ഞ പൈസക്കൂടെ റൂം ഇട്ട് തന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് ഒന്നും രണ്ടും നിർവഹിച്ചാൽ മതി അല്ലേ? നമുക്ക് അങ്ങനെ കിടന്നുറങ്ങണമെന്ന് വരെ ഉണ്ടാവില്ല. അപ്പൊ വല്ല മുസാഫർ ഖാനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പൈസക്ക് ലോഡ്ജ് കിട്ടാൻ അവിടെ പോയിട്ട് റൂം എടുത്ത് നമ്മുടെ നിൽക്കും. ആ റൂമിനോട് നമുക്ക് എത്ര ബന്ധം ഉണ്ടാവും? അതേപോലെയാകണം ദുനിയാവ് എന്നാണ്. അപ്പൊ അതുകൊണ്ട്
അത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് ദരിദ്രനായിരുന്നു അല്ലെ. ദുനിയാവിന് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പണക്കാരനാകുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂല് റിച്ച് ആകുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന് ദുനിയാവ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈത്തപ്പനയുടെ പരുത്ത ഓലയിൽ കിടന്നുറങ്ങിയ അല്ലെ നബിന്റെ പുറം നോക്കിയിട്ട് സഹാബത്ത് ചോദിക്കാണ്, ഇങ്ങനെ ഉറങ്ങി നീച്ചപ്പ ഈത്തപ്പനന്റെ അങ്ങനെ പാട് മൊത്തം അല്ലെ. പണ്ടത്തെ കാലത്ത് നമുക്ക് ആ പായിലൊക്കെ കടന്ന് നീച്ചുമ്പോ അങ്ങനെ കാണാം ആ പായിന്റെ മൊത്തം അടയാളം നമ്മളെ പുറത്തുണ്ടാവും. നമ്മളെ നാട്ടിലെ പായാണ് സോഫ്റ്റ് പായാണ്, ഈത്തപ്പനന്റെ പായി എന്ന കുറച്ചുകൂടി റഫ് പായാണ്. അപ്പൊ ആ പാട് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചു, നല്ലൊരു കടക്കുണ്ടാക്കി തരട്ടെയാണ്, ഞാൻ ഈ ദുനിയാവ് എന്ത് ബന്ധമാണെന്നാ ചോദിച്ചത്. അതുകൊണ്ട് ദുനിയാവ് വേണ്ടെന്നല്ല, പക്ഷെ ദുനിയാവ് നമ്മളെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കരുത് നമ്മൾ. അത് നമുക്ക് വ്യക്തമായ ബോധമാണ്. അതിൽ സഹോദരങ്ങളെ അതിനനുസരിച്ചുള്ള ജീവിതം നമ്മൾ ജീവിക്കണം. ആ ജീവിതം നമ്മളെ മക്കൾക്ക് നമ്മളെ പൈതൃകമായി നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്റെ വാപ്പ എങ്ങനെയായിരുന്നു, എന്റെ വാപ്പ ഇത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ വാപ്പാന്റെ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ മക്കൾക്ക് നൽകേണ്ട പൈതൃകം. അതാണ് അല്ലെ പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് നൽകിയ ലിഗസി എന്താണ് അല്ലെ. യഅ്കൂബ് നബിക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. എന്താണ് യഅ്കൂബ് നബി പറഞ്ഞത്? യഅ്കൂബ് നബി എന്താ പറഞ്ഞത് അല്ലെ? വലിയ മൂത്ത മകന് ആ മട്ടന്നൂർ അങ്ങാടിയിലുള്ള ആ സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള 10 സെന്റ് കൊടുക്കണം, അല്ലെ ചെറിയ മോക്കത് കൊടുക്കണം. അങ്ങനല്ല വസിയത്ത് കൊടുത്തത്. എല്ലാവരെയും വിളിച്ചിട്ട് യഅ്കൂബ് നബി ചോദിച്ചെന്താണ്, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ വെച്ചത്? വാപ്പാന്റെ മക്കള് ശിർക്ക് ചെയ്യരുത്, നമസ്കാരം നിലനിർത്തണം, ബിദ്അത്ത് ചെയ്യരുത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മക്കൾക്ക് നൽകേണ്ട വസിയത്ത്. അത് ജീവിതം കൊണ്ട് അത് എന്റെ വാപ്പ അങ്ങനെയായിരുന്നു എന്ന് മക്കള് അത് ജീവിതത്തിലൂടെ മനസ്സിലാക്കിയെടുക്കണം. അതാണ് നമ്മൾ അനന്തരാവകാശമായി നൽകേണ്ട പൈതൃകം. അതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തേണ്ട കാര്യങ്ങൾ ഒന്ന് ഈ തൗഹീദ് തന്നെയാണ്. 2 തൗഹീദ്, ശിർക്കില്ലാത്തൊരു ജീവിതം, പിന്നെ ബിദ്അത്തില്ലാത്ത ആചാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം സഹാബത്തിന്റെ ഇടയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരം, നോമ്പും ദിക്റുകളും നമുക്ക് എത്രയേ പഠിക്കാണ്ട്, എത്രയേ ചെയ്യാണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ച സഹീഹായ പ്രാർത്ഥനകള്, ദിക്റുകള്, ചര്യകള്, ഇതൊക്കെ നമുക്ക് എത്രയോ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയ തെറ്റാണ് അല്ലെ. കാരണം ഇന്നേ ദിവസം ഈ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നതാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ആചാരം ഇപ്പൊ റബീഉൽ അവ്വൽ വരാൻ പോവാണ്. നോക്കി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് സ്വഹീഹായ റിപ്പോർട്ട് പോലുമില്ല. ആകുള്ളത് എന്താണ്, നബി 12-നാണ് മരിച്ചത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. കാരണം നബി ജനിച്ചപ്പോൾ നബി ആയിരുന്നില്ല. അറബികൾക്കിടയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ശീലമല്ല. അതുകൊണ്ട് തന്നെ ജന്മദിനം അവർ ഓർത്തു വെക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ജനിച്ചത് കാണാൻ സാധ്യമല്ല. പിന്നെ റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചത്. അന്ന് പ്രത്യേക പ്രാർത്ഥനകൾ, അന്ന് പ്രത്യേക സലാത്തുകൾ, പ്രത്യേക ബൈത്ത്, പായസം, ബിരിയാണി, ജാഥ. സഹോദരങ്ങൾ എന്തിനു വേണ്ടി? നബിയുടെ പുണ്യം കിട്ടാൻ വേണ്ടി, നബിയുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി. നബിയുടെ ഇഷ്ടം കിട്ടാൻ സഹോദരങ്ങളെ നബിയെ ജീവിതത്തിൽ പിൻപറ്റണം. നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ ആരാണ്? സഹാബത്താണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയപ്പോൾ ആ മുഹമ്മദ് എന്ന് പേര് ചരിക്കാൻ പറ്റാതെ ബിലാൽ ബാങ്ക് നിർത്തിയതാണ്. ബിലാൽ ബാങ്ക് നിർത്തി. പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിലെ മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. ആ ബിലാൽ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ബിലാല് റബീഉൽ അവ്വൽ 12-ന് ജാഥ നടത്തിയിട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് ഒരു സലാത്ത് പോലും ചൊല്ലിയിട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് ഒരു കാരക്ക പോലും ഒരാൾക്ക് ദാനമായി കൊടുത്തിട്ടില്ല. ഒരു തസ്ബീഹ് പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിലാൽ റബീഉൽ അവ്വൽ 12 ചൊല്ലിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ബിലാൽ എന്നല്ല ഒരു സഹാബിയും ചൊല്ലിയിട്ടില്ല. അല്ലേ? ഏറ്റവും വലിയ ഔലിയാക്കന്മാരാരാണ്? ഏറ്റവും വലിയ ഔലിയാക്കന്മാർ സഹാബത്താണ്. ഔലിയാക്കന്മാരുടെ ദറജയിൽ ഏറ്റവും വലിയ ഔലിയ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബാണ്. അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബാണ്. അത് കഴിഞ്ഞാൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 10 ആളുകളിൽ 6 ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടേ ഏറ്റവും വലിയ ഔലിയവരും വരുള്ളൂ. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റാണിത്. റാങ്ക് ലിസ്റ്റാണിത്. ഈ ഉമ്മത്തിലെ ഏറ്റവും നബിക്ക് ശേഷം ഏറ്റവും ദറജയുള്ള വ്യക്തി ആരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. അതിൽ സംശയമില്ല. രണ്ടാനാണ് ഉമർ ഇബ്നു ഖത്താബാണ്. അത് കഴിഞ്ഞിട്ട് ആരും വരുള്ളൂ. ഈ പറഞ്ഞ ആരും തന്നെ ഒരു സഹാബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക ബൈത്തോ ഒരു സ്വലാത്തോ ഒരു ദിക്റോ ചൊല്ലിയതായിട്ട് കാണാൻ സാധ്യമല്ല. ഒരു കാരക്ക പോലും അധികം കൊടുത്ത് ദാനം ചെയ്തതായിട്ട് കാണാൻ സാധ്യമല്ല. പിന്നെ എന്താ ചെയ്ത്? അവർ തിങ്കളാഴ്ച നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച നോമ്പ് നോക്കിന് എന്തേ പറ്റുള്ളൂ? തിങ്കളാഴ്ച നോമ്പ് നോക്കാനേ പറ്റുള്ളൂ. റബീഉൽ അവ്വൽ 12 ആഘോഷിക്കേണ്ടത്. തിങ്കളാഴ്ച നോമ്പ് നോറ്റു എന്നത് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനുള്ള തെളിവേ ആകുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് നമ്മൾ ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അത് നമുക്ക് നബിയാണ് കോരിത്തരിക. ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ ആട്ടിയകറ്റുമെന്നാണ്. നിങ്ങൾ ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിന്റെ കരയിൽ നിന്ന് ആട്ടിയകറ്റുമെന്നാണ്. ആരാണവർ? നബിക്ക് ശേഷം എനിക്ക് ശേഷം എന്റെ മതത്തിൽ പുതുതായി ആചാരങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകളായിരിക്കും അവർ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും വിദഅത്ത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾ ഏതൊരു കാര്യം സുന്നത്ത് അനുഷ്ഠിക്കണ്ടോ അത് പ്രവാചകൻ ചെയ്തതാണോ, സഹാബത്ത് ചെയ്തതാണോ, പ്രവാചകനിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയതാണോ, അങ്ങനെ പ്രവർത്തിച്ചതാണോ, അതല്ല പ്രവാചകരിൽ നിന്നോ സഹാബികളിൽ നിന്നോ മാതൃകയില്ലാത്ത ഒരാചാരവും അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഖബർ കെട്ടിപ്പൊക്കലും ഈ ഖബറുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അതൊന്നും ഇസ്ലാമിന്റേതല്ല, പ്രവാചകന്റേതല്ല, സഹാബത്ത് അതിന് മാതൃകയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാതിരിക്കാൻ, ബിദ്അത്തുകൾ സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി. ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് അല്ലാഹു അക്ബർ എന്നാണ്. അല്ലെ? ഒരു ജീവിതത്തിൽ എത്ര തവണ നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്? അല്ലെ? ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയുമ്പോൾ, ഇഖാമത്ത് വിളിക്കുമ്പോൾ അതിന് ഉത്തരം പറയുമ്പോൾ, നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങൾ, നമസ്കാരത്തിലെ ഓരോ ആക്ഷനും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് 33 വട്ടം വീണ്ടും നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൽ എത്രയോ തവണ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീണ്ടും ളുഹറിന്റെ സുന്നത്ത്, ളുഹറിന്റെ ബാങ്ക്, ളുഹറിന്റെ ഇഖാമത്ത്, ളുഹർ നിസ്കാരം, ളുഹർ നിസ്കാരത്തിന്റെ സുന്നത്ത്, നിസ്കാരം കഴിഞ്ഞാൽ 33. അത് കഴിഞ്ഞ് അസർ നിസ്കാരത്തിൽ അതിന്റെ ബാങ്ക്, അതിന്റെ ഇഖാമത്ത്, ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് മഗ്രിബ്, അല്ലെ? മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത്, അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം അല്ലാഹു അക്ബർ. ഇശ, അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോഴേ 34 വട്ടം അല്ലാഹു അക്ബർ. ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച വാക്കാണ് അല്ലാഹു അക്ബർ എന്നത്. അല്ലാഹു അക്ബർ എന്നത് ഒരു തവണയെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ടാവും. എന്താണ് അല്ലാഹു പറഞ്ഞ? അല്ലാഹുവാണ് വലിയവൻ. അല്ലാഹുവാണെന്നാണ്. അല്ലാഹുവിന്റെ ആ വലിപ്പം മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വില കൽപ്പിക്കുന്നത് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അതിനാണ് ഞാൻ ജീവിതത്തിൽ പ്രയോറിറ്റി നൽകുന്നത് എന്നാണ്. എന്റെ വാക്കും എന്റെ പ്രവൃത്തികളും എന്റെ സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ആരാധനകൾ, എന്റെ ബലി, അതെല്ലാം സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുക. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് ഹറാമ് ചെയ്യാൻ സാധിക്കുക? ഒരാളെ എങ്ങനെയാണ് വഞ്ചിക്കാൻ സാധിക്കുക? ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക? ഒരാളെ എങ്ങനെയാണ് ബോധപൂർവം ഉപദ്രവിക്കാൻ സാധിക്കുക? അയൽവാസിയെ പട്ടിണിക്കിടാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കൂല. ഈ പ്രവാചകൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പ്രവാചകനെ പറ്റി പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നാണ്.
അല്ലേ? ഖുർആൻ എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ കൽപ്പിച്ച ഒരു പ്രവാചകൻ, അതൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ച ഒരു പ്രവാചകൻ. ഖുർആൻ എന്തൊക്കെ വിരോധിച്ചോ അതെല്ലാം വിരോധിച്ച ഒരു പ്രവാചകൻ, അതിൽ നിന്നാം മാറി നിന്ന ഒരു പ്രവാചകൻ. ഖുർആൻ എന്തൊക്കെ നല്ല സ്വഭാവങ്ങളായിട്ട് പഠിപ്പിച്ചോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്ന, ഉത്തമമായ മാതൃക കാണിച്ച, സഹാബത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ സ്വഭാവമായിരുന്നു ഖുർആൻ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആ ഖുർആൻ വള്ളി പുള്ളി മാറ്റമില്ലാതെ 1400 വർഷം കഴിഞ്ഞിട്ട് അത് അതേപോലെ നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ആ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ജീവിതം കൊണ്ട് ആ ഖുർആനിനെ പ്രബോധനം ചെയ്യാനും ബാധ്യതയുള്ളവരാണ് നമ്മൾ. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അല്ലാഹു നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവനായതുകൊണ്ട്, വിധേയത്വമുള്ളവനായതുകൊണ്ട്. അള്ളി റസൂൽ എന്ത് പഠിപ്പിച്ചോ അതാണ് എന്റെ മതം. അല്ലെ? എനിക്കത് പറ്റൂല, നമ്മളെ ഹറാമിലേക്ക് അല്ലെ എന്നെ പരിപാടിക്ക് വിളിക്കും, എനിക്കതിന് പറ്റൂല, കാരണം ഞാനൊരു മുസ്ലിമാണ്. എനിക്ക് ബാഗുമായിട്ട് പലിശയായിട്ട് ഇടപെടാൻ സാധ്യമല്ല, കാരണം ഞാനൊരു മുസ്ലിമാണ്. എനിക്ക് എന്റെ കുട്ടികൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഈ പെരയിന്ന് പുറത്തിറങ്ങൂല. കാരണം എന്താണ്? അത് ഇസ്ലാമിന്റെ ഡ്രസ്സല്ല. അല്ലെ? ഈ ടൈറ്റ് ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു മഫ്ത കുത്തിയാൽ അതെങ്ങനെയാണ് സഹോദരങ്ങളെ ഇസ്ലാമാക്കുക? ഏത് തോന്നിയാസത്തിന് ഡ്രസ് ഇട്ടിട്ടും അതിന്റെ മേലെ തലമറച്ചാൽ മുസ്ലിം ആവില്ല. ഇസ്ലാമിന്റെ വസ്ത്രദാനത്തിന് അതിനൊരു ചിട്ടയുണ്ട്, ഒരു രീതിയുണ്ട്. അല്ലെ? ആണുങ്ങളുടെ പോലെ വസ്ത്രം ധരിക്കാൻ ഒരു മുസ്ലിം പെണ്ണിന് സാധ്യമല്ല. അതൊരു ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു ഇസ്ലാമിക വസ്ത്രമല്ല സഹോദരങ്ങളെ. അതിന്റെ മേലെ എത്ര വലിയ മഫ്ത കുത്തിയാലും അത് ഇസ്ലാമിക ഡ്രസ് ആവൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുട്ടി എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. കാരണം അത് ഇസ്ലാമികമല്ല. അത് മുഹമ്മദ് എന്ന പേര് കൊണ്ടല്ല, ഫാത്തിമ എന്ന പേര് കൊണ്ടല്ല, ഖദീജ എന്ന പേര് കൊണ്ടല്ല, അല്ലെങ്കിൽ മുഹമ്മദിനും ഫാത്തിമാക്കും ജനിച്ച കുട്ടി എന്നത് കൊണ്ടല്ല. അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുണ്ടോ, വിധേയത്വമുണ്ടോ, ആ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുണ്ടോ, ജീവിതത്തിൽ എന്തിനേക്കാളും വില നൽകുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്കാണോ, അതാണ് അല്ലാഹു അക്ബർ എന്ന നിലപാട്. അത് നമുക്കുണ്ടോ സഹോദരങ്ങളെ? എങ്കിലും നമ്മൾ വിജയിക്കും. അതുണ്ടാക്കാനുള്ള മാർഗമാണ് ഈ 5 നേരത്തെ നമസ്കാരങ്ങളും, ഈ ഇബാദത്തുകളും, ഈ ദിക്റുകളും, ഈ ഖുർആൻ പാരായണയും, ഈ എല്ലാ കാര്യങ്ങളും അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആഖിറത്ത് അതാണ് എന്നും ബാക്കിയാകുക. ആഖിറത്തുമാണ് എന്നും നിലനിൽക്കുന്നത്, എന്നും ബാക്കിയാകുന്നത് ആഖിറത്താണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ ദുനിയാവിൽ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സൻ മാ ഖദ്ദമത് ലിഗദിൻ ഫത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിലെ എന്താണ്? സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളെ നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നാളേക്ക് വേണ്ടി എന്താണ്? നാളെ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെ? നാളെ എന്നത് ഇപ്പൊ നാളെ തിങ്കളാഴ്ചയാണ്, നാളെ ജോലിക്ക് പോകണം. നമ്മുടെ മനസ്സിൽ അത്രയും രൂഢമൂലമായ സംഗതിയാണ്. നാളെ തിങ്കളാഴ്ചയാണ്. ആർക്കാ സംശയമുള്ളത്? ഒരു സംശയമില്ല. നാളെ തിങ്കളാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ്. അപ്പൊ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യം. ആ നാളെ എന്ന് പറയുന്ന സഹോദരങ്ങളെ, അത് മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതമാണ്. അല്ലെ? ഏത് സമയവും ഏത് സന്ദർഭത്തിലും എപ്പോഴാണ് ഈ ജീവിതം അവസാനിക്കുക? അത് ഒരുപക്ഷെ നടത്തത്തിലാകാം, ഇരുത്തത്തിലാകാം, ഉറക്കത്തിലാകാം. ഒരാൾക്കും അയാളുടെ ആയുസ് എത്ര കാലം ഇവിടെ ബാക്കിയാകുന്നു ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നാളെ എല്ലാവർക്കും ഉറപ്പുള്ള മരണം എന്ന ഏറ്റവും ഉറപ്പുള്ള കാര്യം, ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മുടെ മരണം എന്നത്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എന്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മൂലി ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ സഹാബത്തായിട്ട് കടന്നു പോകുകയാണ്. അല്ലെ? നമുക്കറിയാം, നമ്മളെ ഖബർസ്ഥാനിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും പുതിയ ഖബർ ഏതാണ് എന്ന്. ആ ഖബർസ്ഥാനിൽ നടന്നു പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇവിടെ പുതിയ ഖബർ ഏതാണ്. കാരണം ആ മണ്ണിന് നല്ലൊരു ചുവപ്പ് കളർ ഉണ്ടാവും, ആ മണ്ണിന് ചെറിയൊരു നനവുണ്ടാവും. അല്ലെ? അത് ഒരു പുതിയ ഖബർ കണ്ടാൽ മനസ്സിലാകാത്ത ഒരാളുമില്ല. വളരെ റീസെന്റ് ആയി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത് അബൂ ഹുറൈറ എന്ന് പറയാണ്. അപ്പൊ ഒരു ഖബറിന്റെ അടുത്ത് എത്തിയപ്പോൾ നബിയോട് നിന്നതാണ്. ഈ ഖബറാളി ഇപ്പോൾ എന്താണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കാം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. എന്താണ് ആ ഖബറാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ബാക്കിയുള്ള ദുനിയാവിൽ. അല്ലെ? അയാൾക്ക് ഇനി ദുനിയാവ് ബാക്കില്ല, ഖബറാളിക്ക് ഇനി ദുനിയാവ് ബാക്കില്ല. അയാളുടെ ദുനിയാവ് ലോക്കായി.
അയാൾ ദുനിയാവ് സീൽ ചെയ്തു, അയാൾ വിചാരണ കാത്ത് കബറിക്കിടക്കാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവില് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കണം. ദുനിയാവിലെ ഏറ്റവും വിലയുള്ളത് എന്തിനാണ്? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ് എന്ന് ആ കബറാളി മനസ്സിലാക്കി കിടക്കാണ്. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ തന്നെ, നമ്മക്കത് ചെയ്യാനുള്ളത് നമ്മക്കാണ് പറഞ്ഞു തന്നത്, സഹാബത്തിനാണ് പറഞ്ഞെടുത്തത്. സഹാബത്ത് താബീങ്ങൾക്ക് പറഞ്ഞെടുത്തു. 1400 വർഷമായിട്ട് അത് നമ്മളെടുത്തേക്ക് എത്തിയതിനാണ്. നമുക്കാണ് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമുള്ളത് ഈ ജീവിച്ചിരിക്കുന്ന നമുക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ വില മനസ്സിലാകുന്ന ഒരു നിമിഷം ഖബറിൽ നമുക്ക് വരും. പക്ഷേ അന്ന് സുന്നത്ത് നിസ്കരിക്കാൻ തിരിച്ചു പോകാനോ ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാനോ ഒരു അല്ലാഹു അക്ബർ ചെല്ലാനോ പറ്റാത്ത ഒരു രീതിയിൽ ലോക്കാക്കിപ്പെട്ട് കിടക്കുന്ന ഒരു ആ സന്ദർഭത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് അത് ഇപ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു റസൂലും പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ കൽപ്പന ധിക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കഴിയുന്ന പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരു തരത്തിലും ധിക്കരിക്കാതെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിൽ ഒരു കാരണവശാലും പങ്കു ചേർക്കാതെ, വിദ്അത്തുകൾ വന്നു പോകാതെ, പരമാവധി സുന്നത്തുകൾ ഫർളുകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് പരമാവധി സുന്നത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി ഈ കൃത്യമായിട്ട് ദീന് ഈ ഖുർആനിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ദീൻ പഠിപ്പിച്ചത്. ഖുർആൻ ഇങ്ങനെ 23 വർഷം നബി ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സഹാബത്തിന് ഇങ്ങനെ ഓതിക്കൊടുത്തേക്കാണ്. ആ സഹാബത്ത് ആ ഖുർആൻ യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്നാണ്, ആ കിതാബ് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതേപോലെ ആ കിതാബിന്റെ പ്രായോഗികമായ കാര്യങ്ങളാണ് ഹദീസ്, അത് ആ സഹാബത്തിന് പഠിപ്പിച്ചു എന്നാണ്. അപ്പോ അവര് ആ മാറ്റം സഹാബത്തിന് ഉണ്ടായത് ഈ ഖുർആൻ കൊണ്ടാണ്. ആ ഖുർആൻ ഇന്നും അതേപോലെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 1 മണിക്കൂറുള്ളൂ. നിങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. അള്ളാഹു ആകാശ ലോകത്തിൽ നിറക്കിയ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അതറിയാനും പഠിക്കാനും ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവില്ലേ? ഞങ്ങളുടെ നാട്ടില് പണ്ടൊരു അറബി വന്നിരുന്നു. അപ്പോ ഈ പണ്ടത്തെ കാലത്ത് അറബിയാള് എന്താ വെച്ചാൽ നമ്മളെ സ്പോൺസർക്ക് നമ്മളെ പറ്റിക്കഴിഞ്ഞാല് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇപ്പൊ ഒരാള് അയാൾക്ക് 5-6 പെങ്ങന്മാരുണ്ടായിരുന്നു. ഈ പെങ്ങന്മാരെ മുഴുവൻ കെട്ടിക്കാനുള്ള സ്വർണ്ണ ഈ അറബിയെ കൊടുത്തത്. പിന്നെ അയാളെ മകൻ അറബി കൊണ്ടേ, അയാൾക്ക് പ്രായമായപ്പം അയാൾ വീട് വെച്ചെടുത്തു. പിന്നെ അയാളെ മകനെയും അറബി ജോലിക്കൊണ്ടേ. അങ്ങനത്തെ ഒരു അറബി ആ മകന്റെ കല്യാണത്തിന് വരുമ്പോ ആലോചിച്ച് നോക്കി. അതായത് ആ കല്യാണത്തിന് നാട്ടിലേക്ക് അറബി കല്യാണം കൂടാൻ വന്നേക്കാണ്. ആ അറബി അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ആ വീട്ടിലെ ആ ഉമ്മാമാന്റെ 6 പെൺകുട്ടികളെ കെട്ടിച്ചുള്ള സ്വർണം കൊടുത്ത അറബിയാണ് വന്നത്. ആ അമ്മാമാന്റെ മകന് വീട് വെക്കാൻ പൈസ കൊടുത്ത അറബിയാണ് ഈ വന്നിട്ട്. ആ അമ്മാമാന്റെ പേരക്കുട്ടിക്ക് ജോലി കൊടുത്ത അറബിയാണ് ഈ വന്നിട്ട്. അപ്പൊ ആ അറബി ഇങ്ങനെ പൂങ്കത്തിരുന്നിട്ട് ഇയാളോട് എന്തൊക്കെയോ അങ്ങനെ കുശലം പറയാണ്. അപ്പൊ ഉമ്മാമ കഴിഞ്ഞ് വന്നിട്ട് മോനോട് ചോദിക്കാണ്, എന്താണ് അറബി എന്നോട് പറഞ്ഞത്? എന്താണ് അറബി എന്നോട് പറഞ്ഞത്? എന്താ വെച്ചാൽ അറബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത്രയും സഹായിച്ച ആ അറബി എന്താ പറയണെന്നൊക്കെ അറിയാൻ ഉമ്മാമാക്കുള്ള ആഗ്രഹമാണ്. എന്താണ് അറബി എന്നോട് പറഞ്ഞത്? നിങ്ങൾ ആലോചിക്കുക, അറബിനെക്കാളും നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പടച്ചോൻ അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ് വിശുദ്ധ ഖുർആൻ. ആ പടച്ചോൻ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം അത് സ്വാഭാവികമായിട്ട് സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടതില്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ. അത് അറിയാനും പഠിക്കാനുള്ള മാർഗമാണ് നമ്മൾ ഇവിടെ ഈ ചെയ്തിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണം. കാരണം നാളെ പടച്ചോന്റെ മുമ്പിൽ എന്ത് കാരണമാണ്, ഉദറാണ് അല്ലാഹുവിന്റെ കലാമ് പഠിക്കാതിരിക്കാൻ നമുക്ക് പറയാനുള്ളത്? നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, അറിവ് തന്നു, അതിനുള്ള എല്ലാ കഴിവും തന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഖുർആൻ മാത്രം നമ്മൾ അറിഞ്ഞില്ല, പഠിച്ചില്ല എന്ന് പറയാൻ എന്താ സഹോദരൻ? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മളതിന് അപ്പൊ അത് ബോധിപ്പിക്കുക? അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദീൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ പരമാവധി
നമ്മൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഒക്കെ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. امين امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.